നമസ്കാരം, പി സി ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡർ 20 ഡേയ്സ് സ്പ്രിന്റ് ചലഞ്ച് ക്ലാസ്. എന്താണ് 20 ഡേയ്സ് സ്പ്രിന്റ് ചലഞ്ച് ക്ലാസ് എന്ന് അറിയാത്ത സുഹൃത്തുക്കൾ വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ കേരള PSC ആവർത്തിച്ച് ചോദിക്കുന്ന 280 സുപ്രധാന ടോപ്പിക്കുകളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അതും 20 ദിവസം കൊണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ഈ ക്ലാസ് ആരംഭിച്ചു കഴിഞ്ഞിട്ട് ഒത്തിരി പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. അപ്പൊ ബാക്കിയുള്ള ടോപ്പിക്കുകൾ നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ പ്രധാനമായും നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് അമെന്റ്മെന്റ്സ് ഓൺ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അമെന്റ്മെന്റ്സ് ആണ് നോക്കാനുള്ളത്. PSC യുടെ സ്ഥിരം ചോദ്യമേഖലയാണിത്. അതുകൊണ്ട് പ്രധാനപ്പെട്ട അമെന്റ്മെന്റ്സ് എല്ലാം നമ്മൾ പഠിച്ചു തീർക്കേണ്ടതുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രധാനപ്പെട്ട അമെന്റ്മെന്റ്സ് അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതികൾ എന്ന്. ഇന്ത്യൻ ഭരണഘടനയിലെ പ്രധാന ഭേദഗതികളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം 20 ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭാഗം 20. ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 368. പഠിച്ചോളുക. ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 368. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പഠിക്കുക. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്ന രാജ്യം ചോദിച്ചാൽ അത് ദക്ഷിണാഫ്രിക്കയാണ്. വീണ്ടും വന്നിരിക്കുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഭരണഘടനാ ഭേദഗതി ചെയ്യുവാനുള്ള അധികാരം ആർക്ക് മാത്രമാണ്? പാർലമെന്റിന് മാത്രമാണ്. ഭരണഘടന ഭേദഗതി ചെയ്യുവാനുള്ള അധികാരം പാർലമെന്റിന് മാത്രമാണ്. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്ത വർഷം 1951. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്ത വർഷം 1951. ഭരണഘടനയെ എങ്ങനെ ഭേദഗതി ചെയ്യാം? ഭരണഘടന എങ്ങനെ ഭേദഗതി ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. പ്രധാനമായും 3 രീതിയിൽ ഇന്ത്യൻ ഭരണഘടനയെ ഭേദഗതി ചെയ്യാവുന്നതാണ്. പ്രധാനമായിട്ടും 3 രീതിയിൽ ഇന്ത്യൻ ഭരണഘടനയെ ഭേദഗതി ചെയ്യാവുന്നതാണ്. ഒന്നാമതായി പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷത്തോടു കൂടി ഭേദഗതി ചെയ്യാം. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷത്തോടു കൂടി ഭരണഘടന നമുക്ക് ഭേദഗതി ചെയ്യാം. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടു കൂടി ഒരു ഭേദഗതി നമുക്ക് ചെയ്യാവുന്നതാണ്. പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടു കൂടി നമുക്ക് ഭരണഘടന ഭേദഗതി ചെയ്യാവുന്നതാണ്. പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെയുള്ള ഭേദഗതിയും സംസ്ഥാന നിയമസഭയുടെ പകുതിയുടെ അംഗീകാരവും ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഭരണഘടന ഭേദഗതി ചെയ്യാവുന്നതാണ്. പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെയുള്ള ഭേദഗതിയും സംസ്ഥാന നിയമസഭയുടെ പകുതിയുടെ അംഗീകാരവും ഉണ്ടെങ്കിൽ നമുക്കൊരു ഭേദഗതി ചെയ്യാവുന്നതാണ്. ഇത്രയും ഭാഗം സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഭരണഘടനയിലെ ഭാഗം എന്ന് ചോദിച്ചാൽ ഭാഗം 20. ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 368. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യയിൽ ഭരണഘടന കടമെടുത്തിരിക്കുന്ന രാജ്യം ദക്ഷിണാഫ്രിക്കയാണ്. ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? പാർലമെന്റിന് മാത്രമാണ്. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്ത വർഷം ചോദിച്ചാൽ അത് 1951. ഭരണഘടന ഏതൊക്കെ രീതിയിൽ നമുക്ക് ഭേദഗതി ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും 3 രീതിയിലാണ് നമുക്ക് ഭരണഘടനയെ ഭേദഗതി ചെയ്യാൻ കഴിയുന്നത്. പാർലമെന്റിന്റെ കേവല ഭൂരിപക്ഷത്തോടു കൂടി നമുക്ക് ഒരു ഭരണഘടന ഭേദഗതി ചെയ്യാം. പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടു കൂടി നമുക്കൊരു ഭരണഘടന ഭേദഗതി ചെയ്യാം. പാർലമെന്റിന്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെയുള്ള ഭേദഗതിയും അതിനോടൊപ്പം തന്നെ സംസ്ഥാന നിയമസഭകളുടെ പകുതി അംഗീകാരവും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഭരണഘടനാ ഭേദഗതി ചെയ്യാവുന്നതാണ്. ഈ പോയിന്റ്സ് സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. ഭരണഘടനയിലെ സുപ്രധാന ഭേദഗതികളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഭരണഘടനയിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സുപ്രധാന ഭേദഗതികളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ആദ്യമായി പഠിക്കാനുള്ളതാണ് 1ാം ഭരണഘടനാ ഭേദഗതി. വർഷം 1951 നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ജുഡീഷ്യൽ അവലോകനത്തിന്റെ സൂക്ഷ്മ പരിശോധനയിൽ നിന്നും ഭൂപരിഷ്കരണങ്ങളും മറ്റു നിയമങ്ങളും സംരക്ഷിക്കുന്നതിനായി 9ാം ഷെഡ്യൂള് കൂട്ടിച്ചേർത്തു. എന്താ പറഞ്ഞത്? ജുഡീഷ്യൽ അവലോകനത്തിന്റെ സൂക്ഷ്മ പരിശോധനയിൽ നിന്നും ഭൂപരിഷ്കരണങ്ങളും അതുമായി ബന്ധപ്പെട്ട മറ്റു നിയമങ്ങളെയും സംരക്ഷിക്കുന്നതിനായിട്ട് 9ാം ഷെഡ്യൂള് ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് 1ാം ഭേദഗതി 1951.
ആർട്ടിക്കിൾ 31A, ആർട്ടിക്കിൾ 31B എന്നിവ ഉൾപ്പെടുത്തി. ആർട്ടിക്കിൾ 31A, ആർട്ടിക്കിൾ 31B എന്നിവ ഉൾപ്പെടുത്തി. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് 3 പുതിയ മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ആർട്ടിക്കിൾ 19 ഭേദഗതി ചെയ്തു. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് 3 പുതിയ മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ആർട്ടിക്കിൾ 19 ഭേദഗതി ചെയ്തു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഒന്നാം ഭേദഗതി 1951 എന്തൊക്കെയാണ് ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചാല്, ജുഡീഷ്യൽ അവലോകനത്തിന്റെ സൂക്ഷ്മ പരിശോധനയിൽ നിന്നും ഭൂപരിഷ്കരണങ്ങളെയും അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളെയും സംരക്ഷിക്കുന്നതിനായിട്ട് 9ാം ഷെഡ്യൂള് കൂട്ടിച്ചേർത്തു. ഇത്രയും പഠിക്കാൻ പറ്റില്ലെങ്കിൽ 9ാം ഷെഡ്യൂള് കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതിയെ എന്ന് ചോദിച്ചാൽ അത് 1ാം ഭരണഘടനാ ഭേദഗതിയാണ്. ആർട്ടിക്കിൾ 31A, ആർട്ടിക്കിൾ 31B എന്നിവ ഉൾപ്പെടുത്തി ഇന്ത്യൻ ഭരണഘടനയില് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പുതിയതായി 3 മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ആർട്ടിക്കിൾ 19 ഭേദഗതി ചെയ്യുകയും ചെയ്തു. 1ാം ഭേദഗതി 1951. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് 7ാം ഭരണഘടനാ ഭേദഗതി 1956. 7ാം ഭരണഘടനാ ഭേദഗതി നിയമം 1956. ഭാഷയുടെ അടിസ്ഥാനത്തിൽ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും രൂപീകരിച്ചത് 7ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. PSC ഒരുപാട് തവണ +2 മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ള എക്സാമുകൾക്ക് പ്രീവിയസ് ആയി ചോദിച്ചതാണ്. പഠിക്കുക. 7ാം ഭരണഘടനാ ഭേദഗതി 1956 ഭാഷയുടെ അടിസ്ഥാനത്തിൽ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും രൂപീകരിച്ചത്. 2 അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് ഒരു ഗവർണറെ നിയമിച്ചു. 2 അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് ഒരു ഗവർണറെ നിയമിച്ചു. 2 അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് പൊതുവായ ഒരു ഹൈക്കോടതി സ്ഥാപിച്ചു. 2 അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് പൊതുവായ ഒരു ഹൈക്കോടതി സ്ഥാപിച്ചത് ഏത് ഭരണഘടനാ ഭേദഗതി മൂലമാണെന്ന് ചോദിച്ചാൽ അത് 7ാം ഭരണഘടനാ ഭേദഗതി മൂലമാണ്. പഠിക്കുക. ഹൈക്കോടതിയുടെ അധികാര പരിധി കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും ഹൈക്കോടതിയുടെ അധികാരവും ആക്ടിംഗ് ജഡ്ജിമാരുടെ നിയമനവും നിർവചിക്കുകയും ചെയ്തു 7ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. ഹൈക്കോടതിയുടെ അധികാര പരിധി കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും ഹൈക്കോടതിയുടെ അധികാരവും ആക്ടിംഗ് ജഡ്ജിമാരുടെ നിയമനവും നിർവചിക്കുകയും ചെയ്തു 7ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. പഠിക്കുക. ഭാഗം 17 പുതിയ ആർട്ടിക്കിളായ 350A-യും 350B-യും കൂട്ടിച്ചേർത്തു. ഭാഗം 17 പുതിയ 2 ആർട്ടിക്കിളുകൾ കൂട്ടിച്ചേർത്തു. ഏതൊക്കെ ആർട്ടിക്കിളാണ് കൂട്ടിച്ചേർത്തത്? 350A-യും 350B എന്നീ ആർട്ടിക്കിളുകളാണ് കൂട്ടിച്ചേർത്തത്. ആർട്ടിക്കിൾ 350A എന്തെന്ന് ചോദിച്ചാൽ, ഭാഷാ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം മാതൃഭാഷയിലാക്കി മാറ്റണം. എന്താ പറഞ്ഞത്? ആർട്ടിക്കിൾ 350A എന്താ പറഞ്ഞത്? ഭാഷാ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട, ന്യൂനപക്ഷ വിഭാഗമല്ലേ, ഭാഷാ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം മാതൃഭാഷയിലാക്കി മാറ്റണം എന്ന് 350A ആർട്ടിക്കിൾ പ്രകാരം പറയുന്നു. ആർട്ടിക്കിൾ 350B പ്രകാരം ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ഓഫീസറെ നിയമിച്ചു. ആർട്ടിക്കിൾ 350B പ്രകാരം ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കുകയും ചെയ്തു. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. 7ാം ഭരണഘടനാ ഭേദഗതി നിയമം 1956 നമ്മൾ പറഞ്ഞത്. ഭാഷയുടെ അടിസ്ഥാനത്തിൽ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും രൂപീകരിച്ചത് 7ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. 2 അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് ഒരു ഗവർണറെ നിയമിച്ചു. 2 അതിലധികമോ സംസ്ഥാനങ്ങൾക്ക് പൊതുവായ ഒരു ഹൈക്കോടതി സ്ഥാപിക്കുന്നു. ഹൈക്കോടതിയുടെ അധികാര പരിധി കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കുകയും ഹൈക്കോടതിയുടെ അധികാരവും ആക്ടിംഗ് ജഡ്ജിമാരുടെ നിയമനവും നിർവചിക്കുകയും ചെയ്തു. ഭാഗം 17 പുതിയ ആർട്ടിക്കിളായ 350A-യും 350B എന്നിവ കൂട്ടിച്ചേർത്തു. ആർട്ടിക്കിൾ 350A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷാ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം മാതൃഭാഷയിൽ നൽകണം. ആർട്ടിക്കിൾ 350B എന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ഓഫീസറെയും നിയമിച്ചു. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് 8ാം ഭരണഘടനാ ഭേദഗതി നിയമം 1960. 8ാം ഭരണഘടനാ ഭേദഗതി നിയമം 1960. പട്ടികജാതി പട്ടികവർഗത്തിലുള്ളവരുടെ സീറ്റുകളുടെ വിപുലീകരണം 8ാം ഭരണഘടനാ ഭേദഗതി നിയമപ്രകാരമായിരുന്നു. ലോകസഭ സംസ്ഥാന നിയമസഭകളിലെ ആംഗ്ലോ ഇന്ത്യക്കാർക്കുള്ള പ്രത്യേക പ്രാതിനിധ്യം ഉറപ്പാക്കുന്ന ഭരണഘടനാ ഭേദഗതി ഏത് എന്ന് ചോദിച്ചാൽ അത് 8ാം ഭരണഘടനാ ഭേദഗതിയാണ്. പഠിച്ചോളനെ. ലോകസഭ സംസ്ഥാന നിയമസഭകളിലെ ആംഗ്ലോ ഇന്ത്യക്കാർക്കുള്ള പ്രത്യേക പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് സഹായിച്ച
ഭരണഘടനാ ഭേദഗതി എന്ന് ചോദിച്ചാൽ അത് 8ാം ഭരണഘടനാ ഭേദഗതി നിയമം 1960 അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് 24ാം ഭരണഘടനാ ഭേദഗതി നിയമം 1971. 24ാം ഭരണഘടനാ ഭേദഗതി നിയമം 1971. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയ്ക്ക് ഏതൊരു ഭാഗവും ഭേദഗതി ചെയ്യുവാനുള്ള അവകാശം അല്ലെങ്കിൽ അധികാരം പാർലമെന്റിന് സ്ഥിരീകരിച്ചുകൊണ്ട് ആർട്ടിക്കിൾ 368 ആർട്ടിക്കിൾ 13 എന്നിവയെ ഭേദഗതി ചെയ്തു. എന്താ പറഞ്ഞത്? മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയിലെ ഏതൊരു ഭാഗവും ഭേദഗതി ചെയ്യുവാനുള്ള അവകാശം ആർക്ക് നൽകി? പാർലമെന്റിന് നൽകുകയും അങ്ങനെ നൽകണമെങ്കിൽ ആർട്ടിക്കിൾ 368 ആർട്ടിക്കിൾ 13 ഭേദഗതി ചെയ്യണമായിരുന്നു. അവരെ ഭേദഗതി ചെയ്യുകയും ചെയ്തു. 24ാം ഭരണഘടനാ ഭേദഗതി നിയമപ്രകാരം പഠിക്കുക. പാർലമെന്റിന്റെ ഇരുസഭകളും അംഗീകരിച്ച ഭരണഘടനാ ഭേദഗതി രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുമ്പോൾ അദ്ദേഹം സമ്മതം നൽകാൻ ബാധ്യസ്ഥനാണ് എന്നും ഈ ഭേദഗതി പ്രകാരം പറയുന്നു. അപ്പോ പാർലമെന്റിലെ ഇരുസഭകൾ എന്ന് വെച്ചാൽ ഏതാ സുഹൃത്തുക്കളെ? ലോകസഭയും രാജ്യസഭയും. അപ്പൊ ഈ ലോകസഭയും രാജ്യസഭയും അംഗീകരിച്ച ഒരു ഭരണഘടനാ ഭേദഗതി ഉണ്ട് എങ്കിൽ ആ ഭരണഘടനാ ഭേദഗതി രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായിട്ട് സമർപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് സമ്മതം നൽകാൻ ബാധ്യസ്ഥനാണ്. അല്ലാതെ അതിനെ മാറ്റിവെക്കാൻ അദ്ദേഹത്തിന് അധികാരമില്ല. അദ്ദേഹം എന്ത് ചെയ്യണം? സമ്മതം നൽകണം, അല്ലെങ്കിൽ ആ നിയമ ഭേദഗതിയിൽ ഒപ്പുവെക്കണമെന്ന് ഏത് നിയമപ്രകാരം പറഞ്ഞിരിക്കുന്നു? 24ാം ഭരണഘടനാ ഭേദഗതി നിയമപ്രകാരം പറഞ്ഞിരിക്കുന്നു. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. 8ാം ഭരണഘടനാ ഭേദഗതി നിയമം 1960 എന്താ പറഞ്ഞത്? പട്ടികജാതി പട്ടികവർഗത്തിലുള്ളവരുടെ സീറ്റുകളുടെ വിപുലീകരണത്തെ കുറിച്ച് പറഞ്ഞു. ലോകസഭ സംസ്ഥാന നിയമസഭകളിലെ ആംഗ്ലോ ഇന്ത്യക്കാർക്കായുള്ള പ്രത്യേക പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതും 8ാം ഭരണഘടനാ ഭേദഗതി നിയമം 1960 പ്രകാരമാണ്. രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? 24ാം ഭരണഘടനാ ഭേദഗതി നിയമം 1971 പ്രകാരം മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതൊരു ഭാഗവും ഭേദഗതി ചെയ്യാനുള്ള അവകാശം പാർലമെന്റിന് നൽകി, അല്ലെങ്കിൽ അധികാരം പാർലമെന്റിന് നൽകി. ഇതിനു വേണ്ടിയിട്ട് ആർട്ടിക്കിൾ 368 ആർട്ടിക്കിൾ 13 ഭേദഗതി ചെയ്യുകയും ചെയ്തു. പാർലമെന്റിലെ ഇരുസഭകളും അംഗീകരിച്ച ഭരണഘടനാ ഭേദഗതി രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുമ്പോൾ അദ്ദേഹം സമ്മതം നൽകാൻ ബാധ്യസ്ഥനാണ് എന്നും ഈ ഭേദഗതി പ്രകാരം പറയുന്നു. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് 26ാം ഭരണഘടനാ ഭേദഗതി നിയമം 1971. 26ാം ഭരണഘടനാ ഭേദഗതി നിയമം 1971 നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 363 ഭരണഘടനയുടെ ഭാഗമാക്കി മാറ്റിയത് 26ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. ആർട്ടിക്കിൾ 363 ഭരണഘടനയുടെ ഭാഗമാക്കി മാറ്റിയത് 26ാം ഭരണഘടനാ ഭേദഗതി നിയമപ്രകാരമാണ്. മുൻ ഭരണാധികാരികൾക്ക് നൽകിയിരുന്ന പ്രിവ്യൂ പേഴ്സ് നിർത്തലാക്കൽ പ്രാബല്യത്തിൽ വന്നത് 26ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. പഠിക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. മുൻ ഭരണാധികാരികൾക്ക് നൽകിയിരുന്ന പ്രിവ്യൂ പേഴ്സ് നിർത്തലാക്കൽ പ്രാബല്യത്തിൽ വന്നത് 26ാം ഭരണഘടനാ ഭേദഗതി നിയമം 1971 പഠിക്കുക. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് 42ാം ഭരണഘടനാ ഭേദഗതി നിയമം 1976. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. PSCയിൽ ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയി ചോദിച്ചുള്ള ഭരണഘടനാ ഭേദഗതി എന്ന് ചോദിച്ചാൽ 42ാം അമെന്റ്മെന്റ് അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതിയാണ്. ഇതുകൊണ്ട് തന്നെ ഇത് വ്യക്തമായിട്ട് സുഹൃത്തുക്കൾ പഠിക്കുക. അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഇത് പഠിക്കാൻ നിങ്ങൾ എക്സാം അപ്പിയർ ചെയ്യരുത്. ഈ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം ചോദിക്കും. അത്രയും ഇമ്പോർട്ടന്റ് ആണ് 42ാം ഭരണഘടനാ ഭേദഗതി. അപ്പൊ നമുക്ക് നോക്കാം. 42ാം ഭരണഘടനാ ഭേദഗതി നിയമം വന്നത് 1976. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി 42ാം ഭരണഘടനാ ഭേദഗതി 1976. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? 42ാം ഭരണഘടനാ ഭേദഗതി, വർഷം 1976. 42ാം ഭരണഘടനാ ഭേദഗതി പാർലമെന്റ് പാസാക്കിയ വർഷം 1976. 42ാം ഭരണഘടനാ ഭേദഗതി പാർലമെന്റ് പാസാക്കിയ വർഷം 1976. 42ാം ഭരണഘടനാ ഭേദഗതി നിയമം നിലവിൽ വന്ന വർഷം 1977 ജനുവരി 3. 42ാം ഭരണഘടനാ ഭേദഗതി നിയമം നിലവിൽ വന്ന വർഷം 1977 ജനുവരി മാസം 3-ാം തീയതിയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. 42ാമത്തെ ഭരണഘടനാ ഭേദഗതി നിയമം 1976 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് തന്നെ 42ാം ഭരണഘടനാ ഭേദഗതിയാണ്.
42ാം ഭരണഘടനാ ഭേദഗതി പാർലമെന്റ് പാസാക്കിയ വർഷം 1976 42ാം ഭരണഘടനാ ഭേദഗതി നിയമം നിലവിൽ വന്ന വർഷം 1977 ജനുവരി മാസം 3-ാം തീയതി. 1977 ജനുവരി മാസം 3-ാം തീയതി പഠിക്കുക. 42ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. 42ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. 42ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. 42ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുമ്പോൾ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കാലഘട്ടത്തിലാണ് 42ാം ഭേദഗതി നിലവിൽ വരുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളണേ. ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുമ്പോൾ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ഈ കാലഘട്ടത്തിലാണ് 42ാം ഭേദഗതി നിലവിൽ വരികയും ചെയ്തത്. 42ാം ഭേദഗതിക്കായി ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സൊരൻ സിംഗ് കമ്മിറ്റി. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യമാണ്. 42ാം ഭരണഘടനാ ഭേദഗതിക്ക് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? സൊരൻ സിംഗ് കമ്മിറ്റിയാണ്. കമ്മിറ്റി ഏതാണ്? സൊരൻ സിംഗ് കമ്മിറ്റിയാണ്. ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്ത ഏക ഭരണഘടനാ ഭേദഗതി 42ാം ഭരണഘടനാ ഭേദഗതി. ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്ത ഏക ഭരണഘടനാ ഭേദഗതി എന്നറിയപ്പെടുന്നത് 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. 42ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. 42ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. ഇന്ദിരാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുമ്പോൾ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു. ഈ കാലഘട്ടത്തിലാണ് 42ാം ഭേദഗതി നിയമം നിലവിൽ വരുന്നത്. 42ാം ഭേദഗതിക്കായി ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? സൊരൻ സിംഗ് കമ്മിറ്റിയാണ്. ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്ത ഏക ഭരണഘടനാ ഭേദഗതി എന്ന് ചോദിച്ചാൽ അത് 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. പഠിക്കുക. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിലുണ്ടായ പ്രധാന മാറ്റങ്ങൾ. ഇതും PSC സ്ഥിരം പ്രീവിയസ് ആയി ചോദിക്കുന്നതാണ്. LGS മുതൽ ഡിഗ്രി വരെയുള്ള ഏതൊരു എക്സാമിനും നമുക്കിത് പ്രതീക്ഷിക്കാം. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി മാറ്റി. ആദ്യം എന്തായിരുന്നു നമ്മുടെ ആമുഖത്തിൽ ഉണ്ടായിരുന്നത്? പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നീ 3 വാക്കുകളായിരുന്നു നമ്മളിൽ ഉണ്ടായിരുന്നത്. അതിന് പകരമായിട്ട് പുതുതായിട്ട് എന്താ വന്ന് കൂട്ടിച്ചേർത്തത്? സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി മാറ്റി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ. മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. രാഷ്ട്രത്തിന്റെ ഐക്യം എന്ന പ്രയോഗത്തിന് പകരം രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്ന് മാറ്റി. രാഷ്ട്രത്തിന്റെ ഐക്യം എന്ന പ്രയോഗത്തിന് പകരം രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റി. ഇനി സുഹൃത്തുക്കൾക്ക് ഈസി ആയിട്ട് പഠിക്കാനായിട്ട് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത 3 വാക്കുകളും നമ്മൾ സെപ്പറേറ്റ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. പഠിക്കുക സുഹൃത്തുക്കള്. സ്ഥിതി സമത്വം ഒന്നാമതായിട്ട് ചേർത്ത് എന്താണ്? സ്ഥിതി സമത്വം. രണ്ടാമത്തെ വാക്ക് മതേതരത്വം. മൂന്നാമത്തെ വാക്ക് അഖണ്ഡത. ഇങ്ങനെ 3 വാക്കുകളാണ് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട വാക്കുകൾ. ഒന്നുകൂടി പറയാം, ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കണേ. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിലുണ്ടായ പ്രധാന മാറ്റങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തെ മാറ്റം എന്തായിരുന്നു? പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിനു പകരം പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി മാറ്റി. രാഷ്ട്രത്തിന്റെ ഐക്യം എന്നതിന് പ്രയോഗിക്കുന്നതിന് പകരം രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റി. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകളുടെ എണ്ണം 3 ഏതൊക്കെയാണ് ആ വാക്കുകൾ? സ്ഥിതി സമത്വം എന്ന വാക്ക്, മതേതരത്വം എന്ന വാക്ക്, അഖണ്ഡത എന്ന വാക്ക്. ഇത് 3 PSC സ്ഥിരം പ്രീവിയസ് ആയി ചോദിക്കുന്നത്. പഠിക്കുക. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെ ഭാഗങ്ങളാണ് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്തത് എന്ന്. മൗലിക കടമകളെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗം 4A ആണ്. മൗലിക കടമകളെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗം 4A ആണ്. അതിൽ ആർട്ടിക്കിൾ 51A എന്ത് ചെയ്തു? കൂട്ടിച്ചേർത്തു. ആർട്ടിക്കിൾ 51A എന്ത് ചെയ്തു? കൂട്ടിച്ചേർത്തു. എന്താ ആർട്ടിക്കിൾ 51A എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയായി ഭരണഘടന നിഷ്കർഷിക്കുന്നു. ഇതാണ് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോ മൗലിക കടമകളെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗം 4A
പുതിയൊരു ആർട്ടിക്കിളായിട്ട് ആർട്ടിക്കിൾ 51A കൂട്ടിച്ചേർത്തു. എന്താണ് ഈ ആർട്ടിക്കിൾ 51A എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയാണെന്ന് ഭരണഘടന നിഷ്കർഷിക്കുന്നതാണ് ആർട്ടിക്കിൾ 51A. ട്രൈബ്യൂണുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 14A ആണ്. ട്രൈബ്യൂണുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയിലെ 14A ആണ്. അതിൽ ആർട്ടിക്കിൾ 323A എന്നൊരു പുതിയ ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തു. ട്രൈബ്യൂണുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണ് 14A. അതിൽ ആർട്ടിക്കിൾ 323A എന്നൊരു പുതിയൊരു ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തു. എന്താ ആർട്ടിക്കിൾ 323A എന്ന് ചോദിച്ചാല് അതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണുകളുടെ രൂപീകരണം. എന്തിന്റെ രൂപീകരണമാ സുഹൃത്തുക്കളെ? അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണുകളുടെ രൂപീകരണം. അപ്പൊ എന്താ സുഹൃത്തുക്കളെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് നോക്കാം എന്താണെന്ന്. കേന്ദ്ര സംസ്ഥാന തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പൊതു നിയമങ്ങളിലൂടെയും ജീവനക്കാരുടെയും സർവീസ് സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ചതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകള്. ഒന്നുമില്ല, നമ്മുടെ കേന്ദ്ര സംസ്ഥാന തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ സർവീസ് സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപിച്ചതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകൾ. ആരാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകൾ. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 323A ആണ്. ആർട്ടിക്കിൾ 323A ആണ്. അതിനോടൊപ്പം തന്നെ ആർട്ടിക്കിൾ 323Bയും കൂടി കൂട്ടിച്ചേർത്തു. ആർട്ടിക്കിൾ 323B എന്താ പറയുന്നത്? നികുതി പരിഷ്കരണം മുതലായ മറ്റ് ആവശ്യങ്ങൾക്കായുള്ള ട്രൈബ്യൂണുകളുടെ രൂപീകരണം. നികുതി പരിഷ്കരണം മുതലായ മറ്റ് ആവശ്യങ്ങൾക്കായുള്ള ട്രൈബ്യൂണുകളുടെ രൂപീകരണമാണ് ആർട്ടിക്കിൾ 323B പറയുന്നത്. ഒരു കൺഫ്യൂഷനും വേണ്ട സുഹൃത്തുക്കളെ, ഒന്നുകൂടി പറഞ്ഞു തരാം. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത ഭാഗങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മൗലിക കടമകളെ പറ്റി പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം 4A ആണ്. അതിൽ ആർട്ടിക്കിൾ 51A എന്ന് പറഞ്ഞ് പുതിയൊരു ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തു. ഈ ആർട്ടിക്കിൾ 51A എന്താണ് പറയുന്നതെന്ന് ചോദിച്ചാല് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയായി ഭരണഘടന നിഷ്കർഷിക്കുന്നു. രണ്ടാമതായിട്ട് വന്ന വ്യത്യാസം എന്താണ്? ട്രൈബ്യൂണലുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമായിരുന്നു 14A. ഇവിടെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ ട്രൈബ്യൂണലുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണ് 14A. ഇതിനകത്ത് ആർട്ടിക്കിൾ 323Aയും 323B എന്നീ 2 ആർട്ടിക്കിളുകൾ കൂട്ടിച്ചേർത്തു. ആർട്ടിക്കിൾ 323A എന്താ പറയുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകളുടെ രൂപീകരണത്തെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കേന്ദ്ര സംസ്ഥാന തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ സർവീസ് സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ചിരിക്കുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഒരു ആർട്ടിക്കിളാണ് 323B. 323B ആർട്ടിക്കിളും ട്രൈബ്യൂണലുകളെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ പറയുന്നത് നികുതി ഭൂപരിഷ്കരണം മുതലായ മറ്റ് ആവശ്യങ്ങൾക്കായുള്ള ട്രൈബ്യൂണലുകളുടെ രൂപീകരണമാണ് ആർട്ടിക്കിൾ 323B പറയുന്നത്. പഠിക്കുക. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത മൗലിക കടമകളുടെ എണ്ണം 10 ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ വീണ്ടും വന്നേ. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത മൗലിക കടമകളുടെ എണ്ണം എത്രയാ സുഹൃത്തുക്കളെ? 10 ആണ്. ലോകസഭയുടെയും സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെയും കാലാവധി 5 വർഷത്തിൽ നിന്നും 6 വർഷത്തിലേക്ക് ഉയർത്തിയ ഭരണഘടനാ ഭേദഗതി 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. അതിനുശേഷം ഇത് തിരിച്ചു വീണ്ടും 5 വർഷമാക്കി കേട്ടോ. അത് നമുക്ക് അങ്ങോട്ട് വരുമ്പോ കിട്ടും. ലോകസഭയുടെയും സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെയും കാലാവധി 5 വർഷത്തിൽ നിന്നും 6 വർഷത്തേക്ക് ഉയർത്തിയ ഭരണഘടനാ ഭേദഗതി ചോദിച്ചാൽ അത് 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇന്ത്യയിൽ ഒരു ഭാഗത്ത് മാത്രമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് നൽകിയ 42ാം ഭേദഗതിയിലൂടെയാണ്. ഇന്ത്യയിലെ ഒരു പ്രദേശത്ത് മാത്രമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് നൽകിയത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത മൗലിക കടമകളുടെ എണ്ണം എത്രയാ സുഹൃത്തുക്കളെ? 10 ആണ്.
ലോകസഭയുടെയും സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെയും കാലാവധി 5 വർഷത്തിൽ നിന്നും 6 വർഷത്തിലേക്ക് ഉയർത്തിയ ഭരണഘടനാ ഭേദഗതി 42ാം ഭരണഘടനാ ഭേദഗതി. ഇന്ത്യയിൽ ഒരു ഭാഗത്ത് മാത്രമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് നൽകിയത് 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. പഠിക്കുക. 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ട വിഷയങ്ങളുടെ എണ്ണം 5 ആണ്. പഠിക്കുക. 1976 42ാം ഭേദഗതി പ്രകാരം സംസ്ഥാന ലിസ്റ്റിൽ ഉണ്ടായിരുന്ന 5 വിഷയങ്ങളെ എടുത്ത് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. ഏതിലേക്ക് മാറ്റി? കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. വിദ്യാഭ്യാസം, വനം, അളവ് തൂക്കം, വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം, സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയും ഒഴികെയുള്ള മറ്റു കോടതികളുടെ ഭരണ സമ്പ്രദായം. ഇത്രയും എടുത്ത് എവിടെ നിന്ന് മാറ്റി? നമ്മുടെ സംസ്ഥാന ലിസ്റ്റിൽ നിന്ന് എടുത്തിട്ട് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക. 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സംസ്ഥാന ലിസ്റ്റിൽ ഉണ്ടായിരുന്ന 5 പ്രധാനപ്പെട്ട വിഷയങ്ങളെ എടുത്ത് എങ്ങോട്ട് മാറ്റി? കൺകറന്റ് ലിസ്റ്റിലേക്ക് എന്ത് ചെയ്തു? മാറ്റി. ആ വിഷയങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാല് വിദ്യാഭ്യാസം, വനം, അളവ് തൂക്കം, വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം, അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഒഴികെയുള്ള മറ്റു കോടതികളുടെ ഭരണ സമ്പ്രദായവും ആരുടെ കയ്യിലേക്ക് മാറ്റി? കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. പഠിക്കുക. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നിർദ്ദേശക തത്വങ്ങൾ കൂട്ടിച്ചേർത്ത അനുച്ഛേദങ്ങളുടെ എണ്ണം 3 ആണ്. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നിർദ്ദേശക തത്വങ്ങളിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദങ്ങളുടെ എണ്ണം എത്രയാണ്? അല്ലെങ്കിൽ ആർട്ടിക്കിളുകളുടെ എണ്ണം എത്രയാണ്? 3 ആർട്ടിക്കിളാണ് കൂടിച്ചേർത്തത്. ആർട്ടിക്കിൾ 39A, ആർട്ടിക്കിൾ 43A, ആർട്ടിക്കിൾ 48A, ഇങ്ങനെ 3 പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളാണ് ഏതിനകത്ത് കൂട്ടിച്ചേർത്തത്? നമ്മുടെ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളിൽ എന്ത് ചെയ്തത്? കൂട്ടിച്ചേർത്തത്. 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നമുക്ക് എന്തൊക്കെയാണ് അവയെന്ന് നോക്കാം. ആർട്ടിക്കിൾ 39A എന്തിനെ പറ്റിയാ പറയുന്നത്? എല്ലാവർക്കും തുല്യനീതിയും സൗജന്യമായ നിയമസഹായവും നൽകണമെന്ന് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ 39A എല്ലാ മനുഷ്യർക്കും തുല്യമായ നീതി ലഭിക്കണം, അതുപോലെ തന്നെ ആ നീതി സൗജന്യമായ നിയമസഹായവും നൽകണമെന്ന് പറഞ്ഞിരിക്കുന്നു ആർട്ടിക്കിൾ 39A പ്രകാരം. ആർട്ടിക്കിൾ 43A വ്യവസായങ്ങളുടെ നടത്തിപ്പും പരിസ്ഥിതി സംരക്ഷണത്തിലും തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പാക്കണം. വ്യവസായങ്ങളുടെ നടത്തിപ്പിലും അതുപോലെ പരിസ്ഥിതി സംരക്ഷണത്തിലും തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തണമെന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 43A എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 48A എന്തെന്ന് ചോദിച്ചാല് അത് വനങ്ങളും വന്യജീവികളും സംബന്ധിച്ച ആർട്ടിക്കിളാണ്. വനങ്ങളും വന്യജീവികളും സംബന്ധിച്ച ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 48A. ഒരു കൺഫ്യൂഷനും വേണ്ട സുഹൃത്തുക്കളെ, ഒന്നുകൂടി പറഞ്ഞു തരാം. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നിർദ്ദേശ തത്വങ്ങളില് പ്രധാനമായിട്ടും 3 ആർട്ടിക്കിളുകൾ നമ്മൾ കൂട്ടിച്ചേർത്തു. അവ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 39A, ആർട്ടിക്കിൾ 43A, ആർട്ടിക്കിൾ 48A, ഇങ്ങനെ 3 പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകൾ എന്ത് ചെയ്തു? കൂട്ടിച്ചേർത്തു നിർദ്ദേശക തത്വങ്ങളില്. ആർട്ടിക്കിൾ 39A എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും തുല്യനീതിയും സൗജന്യമായ നിയമസഹായവും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഭാഗത്ത് പഠിക്കേണ്ട പോയിന്റ് ആണ്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ആർട്ടിക്കിൾ 43A എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വ്യവസായങ്ങളുടെ നടത്തിപ്പിലും അതുപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിലും തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തണമെന്നാണ് 43A പറയുന്നത്. 48A എന്താണ് പറയുന്നത് ചോദിച്ചാൽ വനങ്ങളും അതുപോലെ വന്യജീവികളെയും കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 48A. പഠിക്കുക. 1971 സെൻസസിന്റെ അടിസ്ഥാനത്തിൽ 2001 വരെ ലോകസഭയുടെയും മറ്റു സംസ്ഥാന നിയമസഭകളിലെയും സീറ്റുകൾ മരവിപ്പിച്ച ഭരണഘടനാ ഭേദഗതി എന്ന് ചോദിച്ചാൽ അത് 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. 1971 സെൻസസിന്റെ അടിസ്ഥാനത്തില് 2001 വരെ ലോകസഭയുടെയും മറ്റു സംസ്ഥാന നിയമനിർമ്മാണ സഭകളുടെയും സീറ്റുകള് മരവിപ്പിച്ച ഭരണഘടനാ ഭേദഗതി എന്ന് ചോദിച്ചാൽ അത് 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. എന്ന് വെച്ചാൽ വല്ല മനസ്സിലായ സുഹൃത്തുക്കളെ? ഒന്നുമില്ല. ഈ 1971 സെൻസസ് പ്രകാരം 2001 വരെ ലോകസഭയിലോ മറ്റു നിയമനിർമ്മാണ സഭയിലോ സീറ്റുകളുടെ എണ്ണം കൂട്ടുവാൻ കഴിയില്ല.
കൂട്ടുവാനോ കുറയ്ക്കുവാനോ കഴിയില്ല. കുറയ്ക്കാൻ സാധിക്കില്ല, കൂട്ടുവാനേ സാധിക്കുള്ളൂ. അപ്പോ കൂട്ടുവാൻ കഴിയില്ല. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ 1971 സെൻസസിന്റെ ബേസിസിൽ ഇവിടെ വന്നപ്പോഴേക്കും 2001 വരെ എന്ത് ചെയ്യണം, സീറ്റുകൾക്ക് ഒരു വ്യത്യാസവും പാടില്ല. അത് ലോകസഭയായാലും ശരി, സംസ്ഥാന നിയമനിർമ്മാണ സഭയായാലും ശരി, സീറ്റുകള് ചേഞ്ച് ചെയ്യാൻ, എണ്ണം കൂട്ടുവാൻ പാടില്ല. അവിടെ അങ്ങ് മരവിപ്പിച്ച് വെച്ച് കേട്ടോ. എത്രയാണോ സീറ്റ് അത്രയും സീറ്റ് മതിയെന്ന് അങ്ങ് മരവിപ്പിച്ച് വെച്ചു. അതാണ് കേട്ടോ ഈ പോയിന്റിൽ പറഞ്ഞത്. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതി ഭരണം ഒരു പ്രാവശ്യത്തേക്ക് 6 മാസം എന്നതിൽ നിന്നും 1 വർഷത്തേക്ക് എന്ത് ചെയ്തു, വർദ്ധിപ്പിച്ചു. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതി ഭരണം ഒരു പ്രാവശ്യം 6 മാസത്തിൽ നിന്നും 1 വർഷമാക്കി വർദ്ധിപ്പിച്ചു. എന്താ പറഞ്ഞത്? 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രപതി ഭരണം ഒരു പ്രാവശ്യത്തേക്ക് 6 മാസത്തിൽ നിന്നും 1 വർഷമായി വർദ്ധിപ്പിച്ചു. പഠിക്കുക. 44ാം ഭരണഘടനാ ഭേദഗതി 1978 ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. 44ാം ഭരണഘടനാ ഭേദഗതി 1978 ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കാൻ നമുക്ക്. 44ാം ഭരണഘടനാ ഭേദഗതി പാർലമെന്റ് പാസാക്കിയ വർഷം 1978. 44ാം ഭരണഘടനാ ഭേദഗതി പാർലമെന്റ് പാസാക്കിയ വർഷം 1978. 44ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷം 1979 ഏപ്രിൽ മാസം 30-ാം തീയതി. 44ാം ഭരണഘടനാ ഭേദഗതി നിയമം നിലവിൽ വന്ന വർഷം 1979 ഏപ്രിൽ മാസം 30-ാം തീയതി. 44ാം ഭേദഗതി നിയമം നിലവിൽ വന്നപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തെറ്റിപ്പോകരുത്, മൊറാർജി ദേശായി ആയിരുന്നു. പലർക്കും ഇന്ദിരാഗാന്ധിയാണെന്ന് ഡൗട്ട് കാണും. ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് തകർന്നിട്ട് അതിനുശേഷം മൊറാർജി ദേശായിയുടെ സർക്കാർ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ജനതാ ഗവൺമെന്റ് എന്ത് ചെയ്തു, നിലവിൽ വന്നു. ആ സമയത്താണ് 44ാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരുന്നത്. അപ്പോൾ 44ാം ഭരണഘടനാ ഭേദഗതി നിയമം നിലവിൽ വന്നപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി ആയിരുന്നു. 44ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡി ആയിരുന്നു. 44ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരുന്നു ചോദിച്ചാൽ അത് നീലം സഞ്ജീവ റെഡ്ഡി ആയിരുന്നു. കാരണം ഫഖ്റുദ്ദീൻ അലി അഹമ്മദ് ആ സമയമായപ്പോഴത്തേക്കും രാജിവെച്ചിരുന്നു. അതിനുശേഷമാണ് നീലം സഞ്ജീവ റെഡ്ഡി വരുന്നത്. അപ്പോൾ 44ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? നീലം സഞ്ജീവ റെഡ്ഡി ആയിരുന്നു. ജനതാ ഗവൺമെന്റിന്റെ കാലത്താണ് 44ാം ഭരണഘടനാ ഭേദഗതി പാസാക്കിയത്. ജനതാ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് 44ാം ഭരണഘടനാ ഭേദഗതി പാസാക്കിയത്. പഠിക്കുക. ഒന്നുകൂടി പറയാം. 44ാം ഭരണഘടനാ ഭേദഗതി 1978 കുറിച്ചാണ് നമ്മൾ പറയുന്നത്. 44ാം ഭരണഘടനാ ഭേദഗതി പാർലമെന്റ് പാസാക്കിയ വർഷം 1978. 44ാം ഭരണഘടനാ ഭേദഗതി നിയമം നിലവിൽ വന്ന വർഷം 1979 ഏപ്രിൽ മാസം 30-ാം തീയതി. 44ാം ഭരണഘടനാ ഭേദഗതി നിയമം നിലവിൽ വന്നപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആയിരുന്നു. 44ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി നീലം സഞ്ജീവ റെഡ്ഡി ആയിരുന്നു. ജനതാ ഗവൺമെന്റിന്റെ കാലത്താണ് 44ാം ഭരണഘടനാ ഭേദഗതി പാസാക്കിയത്. പഠിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് 44ാം ഭരണഘടനാ ഭേദഗതിയുടെ പ്രത്യേകതകളാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് 44ാം ഭരണഘടനാ ഭേദഗതിയിൽ നമ്മൾ ഭേദഗതി ചെയ്തത് എന്ന് നമുക്കൊന്ന് നോക്കാം. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തു. ഇതൊരു നിയമപരമായ അവകാശം മാത്രമാക്കി മാറ്റിയത് 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. പഠിച്ചോളനെ. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത് ഇതൊരു നിയമപരമായ അവകാശം മാത്രമാക്കി മാറ്റിയത് 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. PSC ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള 44ാം ഭരണഘടനാ ഭേദഗതിയിലെ പോയിന്റ് ആണിത്. ഒന്നുകൂടി പറയാം, അത്രയും ഇമ്പോർട്ടന്റ് ആണ്. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത് ഇതൊരു നിയമപരമായ അവകാശം മാത്രമാക്കി മാറ്റിയത് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. സ്വത്തവകാശം ഇപ്പോൾ ഭരണഘടനയുടെ 12ാം ഭാഗത്തിൽ കൂട്ടിച്ചേർത്തു. സ്വത്തവകാശത്തെ എവിടെ കൊണ്ടുവന്ന് വെച്ചു? ഭരണഘടനയുടെ 12ാം ഭാഗത്തിൽ എന്ത് ചെയ്തു? കൊണ്ടുവന്ന് കൂട്ടിച്ചേർത്ത് വെച്ചു. ഇപ്പോൾ സ്വത്തവകാശം ആർട്ടിക്കിൾ 300A ആണ്. കഴിഞ്ഞൊരു ദിവസം നടന്ന എക്സാമിൽ അങ്ങോട്ട് ചോദിച്ചതാണ്, +2 ലെവൽ എക്സാമിനും ചോദിച്ചതാണ്. ഇപ്പോൾ സ്വത്തവകാശം എവിടെയാണ്? ആർട്ടിക്കിൾ 300A ആർട്ടിക്കിൾ 300A ഇപ്പൊ ആര് കിടക്കുന്നത്? നമ്മുടെ സ്വത്തവകാശം കിടക്കുന്നത്. ആർട്ടിക്കിൾ 352 പ്രകാരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങൾ ഒന്നായ ആഭ്യന്തര അസ്വസ്ഥത എന്ന പദത്തിന് പകരം സായുധ വിപ്ലവം എന്ന പദമാക്കി കൂട്ടിച്ചേർത്ത് ഭരണഘടന ഭേദഗതി ചെയ്തു. ആർട്ടിക്കിൾ 352 പ്രകാരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനുള്ള കാരണങ്ങൾ ഒന്നായ ആഭ്യന്തര അസ്വസ്ഥത എന്ന പദം, ഏതാ പദം? ആഭ്യന്തര അസ്വസ്ഥത എന്ന പദത്തിനു പകരം സായുധ വിപ്ലവം എന്ന പദം കൂട്ടിച്ചേർത്ത് ഭരണഘടന ഭേദഗതി ചെയ്തു.
ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് ആർട്ടിക്കിൾ 20, ആർട്ടിക്കിൾ 21 എന്നിവ റദ്ദു ചെയ്യുവാൻ കഴിയില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി 44-ാം ഭരണഘടനാ ഭേദഗതി വീണ്ടും വന്നിരിക്കുന്നു. ഇമ്പോർട്ടന്റ് പോയിന്റും അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യനുമാണ്. ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് ആർട്ടിക്കിൾ 20, ആർട്ടിക്കിൾ 21 എന്നിവ റദ്ദു ചെയ്യുവാൻ കഴിയില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? 44-ാം ഭരണഘടനാ ഭേദഗതിയാണ്. നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്നതാണ്. അടിയന്തരാവസ്ഥ കാലത്ത് പോലും റദ്ദു ചെയ്യാൻ കഴിയാത്ത ആർട്ടിക്കിൾ ഏതെന്ന് ആർട്ടിക്കിൾ 20-ഉം ആർട്ടിക്കിൾ 21 എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അത് എവിടെയാണ് അത് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 44-ാം ഭേദഗതിയിലൂടെയാണ് അത് കൊണ്ടുവന്നത് കേട്ടോ. വൈറ്റമിൻ എ മനുഷ്യ ശരീരത്തിൽ പ്രകൃതിയാ കാണപ്പെടുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം എ ആണ്. മനുഷ്യ ശരീരത്തില് പ്രകൃതിയാൽ തന്നെ കാണപ്പെടുന്ന വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ എ ആണ്. റെറ്റിനോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം എ ആണ്. റെറ്റിനോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം എ ആണ്. കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം എ ആണ്. കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം എ ആണ്. കരളിൽ സംഭരിക്കപ്പെടുന്ന ജീവകം എന്ന് ചോദിച്ചാൽ ജീവകം എ ആണ്. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കരളില് സംഭരിക്കപ്പെടുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ഏതാണ്? ജീവകം എ ആണ്. ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് നിശാന്തത, മാലക്കണ്ണ് അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നസ്. ഇതെല്ലാം ഒറ്റ സാധനമാണ്. നിശാന്തത അല്ലെങ്കിൽ അവനെ നമുക്ക് മാലക്കണ്ണ് എന്ന് വിളിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അവനെ നമുക്ക് എന്ന് വിളിക്കാം, നൈറ്റ് ബ്ലൈൻഡ്നസ് എന്ന് വിളിക്കാം. അതുപോലെ തന്നെ സീറോഫ്താൽമിയ എന്ന് പറയുന്ന രോഗം ഏതാണ്? സീറോഫ്താൽമിയ എന്ന് പറയുന്ന രോഗം. ഇതിൽ പഠിക്കേണ്ടത് ഒരു കാര്യം കൂടെ ഉണ്ട് സുഹൃത്തുക്കളെ. ഇതിൽ ജീവകം A1 കുറവ് മൂലം നിശാന്തതയും ജീവകം A2 കുറവ് മൂലം സീറോഫ്താൽമിയയും ഉണ്ടാകുന്നു. ഇപ്പൊ PSC അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് തന്നെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കത് പഠിക്കേണ്ടതുണ്ട്. ജീവകം A1 കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം നിശാന്തത, ജീവകം A2 കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് സീറോഫ്താൽമിയ. സീറോഫ്താൽമിയ എന്ന് പറഞ്ഞാൽ അറിയാലോ സുഹൃത്തുക്കളെ, കണ്ണിന്റെ ഈർപ്പം നഷ്ടമാകുന്ന അവസ്ഥയാണ് സീറോഫ്താൽമിയ എന്നറിയപ്പെടുന്നത്. ജീവകം എ ധാരാളമായി അടങ്ങിയിരിക്കുന്നത് ഭക്ഷ്യവസ്തുക്കളാണ്. ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില. പഠിച്ചോളനെ, ജീവകം എ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാ? ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില എന്നിവയാണ്. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു കരോട്ടിനാണ്. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാ? കരോട്ടിനാണ്. ക്യാരറ്റിന് ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണവസ്തു കരോട്ടിനാണ്. പഠിച്ചോളനെ, ക്യാരറ്റിന് ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? അത് കരോട്ടിനാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക, വളരെ ഈസിയാണ്. മനുഷ്യരീരത്തിലെ പ്രകൃതിയെ കാണുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം എ ആണ്. റെറ്റിനോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം എ ആണ്. കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം എ ആണ്. കരളിൽ സംഭരിക്കപ്പെടുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം എ ആണ്. ജീവകം എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് നിശാന്തതയും അതുപോലെ തന്നെയാണ് സീറോഫ്താൽമിയയും. ഇതിൽ ജീവകം A1 കുറവ് മൂലം നിശാന്തത ഉണ്ടാകുന്നു. നിശാന്തതയുടെ മറ്റു പേരുകൾ എന്താണ്? മാലക്കണ്ണ്, നൈറ്റ് ബ്ലൈൻഡ്നസ്. ജീവകം A2 കുറവ് മൂലമാണ് സീറോഫ്താൽമിയ എന്നുള്ള രോഗം ഉണ്ടാകുന്നത്. സീറോഫ്താൽമിയ എന്ന് വെച്ചാൽ കണ്ണിന്റെ ഈർപ്പം രഹിതമാകുന്ന അവസ്ഥ അറിയപ്പെടുന്ന പേരാണ് സീറോഫ്താൽമിയ. ഇനി ജീവകം എ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാ? ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില എന്നിവയാണ്. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ്? കരോട്ടിനാണ്. ക്യാരറ്റിന് ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണവസ്തു എന്ന് ചോദിച്ചാൽ അതും കരോട്ടിനാണ്. പഠിക്കുക. അടുത്തതാണ് വൈറ്റമിൻ ബി. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിന്റെ ആരോഗ്യം എന്നിവയ്ക്ക് ആവശ്യമായ ജീവകം ചോദിച്ചാൽ ജീവകം ബി ആണ്. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിന്റെ ആരോഗ്യം എന്നിവയ്ക്ക് ആവശ്യമായ ജീവകം ചോദിച്ചാൽ അത് ജീവകം ബി ആണ്. ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ സഹായിക്കുന്ന വൈറ്റമിൻ ചോദിച്ചാൽ അതും വൈറ്റമിൻ ബി ആണ്. പഠിച്ചോളനെ, ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ ഇവയുടെ മെറ്റബോളിസത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ എ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വൈറ്റമിൻ ബി ആണ്. ജീവകം ബിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് വായ്പുണ്ണും അതുപോലെ തന്നെ ബെറിബെറിയും. പഠിച്ചോളനെ, ജീവകം ബിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് വായ്പുണ്ണും അതുപോലെ തന്നെ ബെറിബെറിയും. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. വൈറ്റമിൻ ബിയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിന്റെ ആരോഗ്യം എന്നിവയ്ക്ക് ആവശ്യമായ ജീവകം ബി ആണ്. ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ സഹായിക്കുന്ന വൈറ്റമിൻ ബി ആണ്. ജീവകം ബിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് വായ്പുണ്ണ് അല്ലെങ്കിൽ ബെറിബെറി. വായ്പുണ്ണും അതുപോലെ തന്നെ ബെറിബെറിയും. ജീവകം സി
അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം ജീവകം സി ആണ്. അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം ഏതാ? ജീവകം സി ആണ്. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ നഷ്ടമാകുന്ന ജീവകം ജീവകം സി ആണ്. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ നഷ്ടമാകുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ജീവകം ജീവകം സി ആണ്. മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം സി ആണ്. രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. മുറിവുണങ്ങാൻ സഹായിക്കുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. ഈ പറഞ്ഞതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് സുഹൃത്തുക്കളെ, പഠിച്ചോളനെ. മുറിവുണങ്ങാൻ സഹായിക്കുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം ജീവകം സി ആണ്. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ നഷ്ടമാകുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. മുറിവുണങ്ങാൻ സഹായിക്കുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. പഠിക്കുക. ത്വക്ക്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ജീവകം സി ആണ്. പഠിച്ചോളനെ. ത്വക്ക്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. ഫ്രഷ് ഫ്രൂട്ട് വൈറ്റമിൻ എന്നും ആന്റി ക്യാൻസർ വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നത് ജീവകം സി ആണ്. പഠിച്ചോളനെ. ഫ്രഷ് ഫ്രൂട്ട് വൈറ്റമിൻ എന്നും ആന്റി ക്യാൻസർ വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അത് വൈറ്റമിൻ സി ആണ്. ജീവകം സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി എന്ന് പറയുന്നത്. ജീവകം സിയുടെ അപര്യാപ്തത രോഗം എന്താണ്? സ്കർവി ആണ്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? സ്കർവി ആണ്. പാൽ, മുട്ട എന്നിവയിൽ ഇല്ലാത്ത ജീവകം എന്നറിയപ്പെടുന്നത് സി ആണ്. മറക്കല്ലേ. പാൽ, മുട്ട എന്നിവയിൽ ഇല്ലാത്ത ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. ജീവകം സി ലഭിക്കുന്ന പ്രധാന ഭക്ഷണങ്ങളാണ് പുളിരുചിയുള്ള പഴങ്ങൾ, നെല്ലിക്ക, പപ്പായ, മുരിങ്ങയില. പുളിരുചിയുള്ള പഴങ്ങള്, നെല്ലിക്ക, പപ്പായ, മുരിങ്ങയില എന്നിവയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ത്വക്ക്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ജീവകം സി ആണ്. ഫ്രഷ് ഫ്രൂട്ട് വൈറ്റമിൻ എന്നും ആന്റി ക്യാൻസർ വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നത് ജീവകം സി ആണ്. മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ജീവകം സി ആണ്. ഫ്രഷ് ഫ്രൂട്ട് വൈറ്റമിൻ എന്നും ആന്റി ക്യാൻസർ വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നത് ജീവകം സി ആണ്. ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന ജീവകം ജീവകം സി ആണ്. ജീവകം സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി എന്നറിയപ്പെടുന്നത്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാ? സ്കർവി ആണ്. പാൽ, മുട്ട എന്നിവയിൽ ഇല്ലാത്ത ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. പാൽ, മുട്ട എന്നിവയിൽ ഇല്ലാത്ത ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം സി ആണ്. ജീവകം സി ലഭിക്കുന്ന പ്രധാന ഭക്ഷ്യവസ്തുക്കൾ ഏതാ? പുളിരുചിയുള്ള പഴങ്ങൾ, നെല്ലിക്ക, പപ്പായ, മുരിങ്ങയില. ഇതിൽ നെല്ലിക്ക പഠിച്ചു വെക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ജീവകം ഡി. കാൽസിഫെറോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം ജീവകം ഡി ആണ്. കാൽസിഫെറോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം ജീവകം ഡി ആണ്. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ജീവകം ഡി ആണ്. എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. ശരീരത്തിൽ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ജീവകം ഡി ആണ് കേട്ടോ. ശരീരത്തിലെ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ജീവകം ഡി ആണ്. സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. ജീവകം ഡിയുടെ അപര്യാപ്തത രോഗമാണ് കണ, അല്ലെങ്കിൽ അവന് ഇംഗ്ലീഷ് നമ്മൾ എന്ന് പറയുന്നു റിക്കറ്റ്സ് എന്ന് പറയും കേട്ടോ. ജീവകം ഡിയുടെ അപര്യാപ്തത രോഗമാണ് കണ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ അവൻ എന്താ പറയുന്നത്? റിക്കറ്റ്സ് എന്നാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കാൽസിഫെറോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം ജീവകം ഡി ആണ്. സൺഷൈൻ വൈറ്റമിൻ എന്ന് ചോദിച്ചാൽ അത് ഡി ആണ്. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മുടെ ത്വക്കിനടിയിൽ രൂപീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ജീവകം എന്നൊക്കെ അറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. അതുകൊണ്ടാണ് സൺഷൈൻ വൈറ്റമിൻ എന്ന പേരിൽ ആരറിയപ്പെടുന്നത്? ജീവകം ഡി അറിയപ്പെടുന്നത്. പച്ചക്കറികളിൽ നിന്ന് ലഭിക്കാത്ത ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. ശരീരത്തിൽ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണ്? ജീവകം ഡി ആണ്. സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. ജീവകം ഡിയുടെ അപര്യാപ്തത രോഗമാണ് കണ, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് പറയുന്നു? റിക്കറ്റ്സ് എന്ന് പറയുന്നു. അടുത്തതാണ് ജീവകം ഇ.
ടോക്കോഫിറോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം എന്ന് ചോദിച്ചാൽ ജീവകം ഇ ആണ്. ടോക്കോഫിറോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം ഇ ആണ്. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഇ ആണ്. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഇ ആണ്. ഹൃദയത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ജീവകം ഇ ആണ്. പഠിച്ചോളനെ, ഹൃദയത്തിന്റെ സംരക്ഷകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം ഇ ആണ്. മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ഇ ആണ്. മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ചോദിച്ചാൽ ജീവകം ഇ ആണ്. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ഇ ആണ്. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ഏതാണ്? ജീവകം ഇ ആണ്. ജീവകം ഇയുടെ അപര്യാപ്തത രോഗമാണ് വന്ധ്യത. പഠിച്ചോളനെ, ജീവകം ഇയുടെ അപര്യാപ്തത രോഗം എന്നറിയപ്പെടുന്നത് വന്ധ്യതയാണ്. അതുകൊണ്ട് തന്നെ ആന്റി സ്റ്റെറിലിറ്റി ഹോർമോൺ എന്നറിയപ്പെടുന്നത് ജീവകം ഇ ആണ്. അതുകൊണ്ട് തന്നെ ആന്റി സ്റ്റെറിലിറ്റി ഹോർമോൺ എന്നറിയപ്പെടുന്നത് ആരാണ്? ജീവകം ഇ ആണ്. പ്രധാനമായും ജീവകം ഇ ലഭിക്കുന്നത് സസ്യ എണ്ണകളിൽ നിന്നുമാണ് കേട്ടോ. പ്രധാനമായിട്ടും ജീവകം ഇ ലഭിക്കുന്നത് എവിടെ നിന്നാണ്? സസ്യ എണ്ണകളിൽ നിന്നുമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ജീവകം ഇയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ടോക്കോഫിറോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം എന്ന് ചോദിച്ചാൽ ജീവകം ഇ ആണ്. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഇ ആണ്. ഹൃദയത്തിന്റെ സംരക്ഷകൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ജീവകം ഇ ആണ്. മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ഇ ആണ്. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ഇ ആണ്. ജീവകം ഇയുടെ അപര്യാപ്തത രോഗം എന്നറിയപ്പെടുന്നത് വന്ധ്യതയാണ്. ആന്റി സ്റ്റെറിലിറ്റി ഹോർമോൺ എന്നറിയപ്പെടുന്നത് ജീവകം ഇ ആണ്. പ്രധാനമായും ജീവകം ഇ ലഭിക്കുന്നത് സസ്യ എണ്ണകളിൽ നിന്നുമാണ്. അടുത്തതാണ് ജീവകം കെ. ജീവകം കെയുടെ ശാസ്ത്രീയ നാമം ഫില്ലോക്വിനോൻ എന്നാണ്. പഠിച്ചോളനെ, ജീവകം കെയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ഫില്ലോക്വിനോൻ എന്നാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം കെ ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം കെ ആണ്. തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം എന്ന് ചോദിച്ചാൽ അത് ജീവകം കെ ആണ്. പഠിച്ചോളനെ, തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം കെ ആണ്. ജീവകം കെയുടെ അപര്യാപ്തത രോഗമാണ് ഹീമോഫീലിയ, അല്ലെങ്കിൽ രക്തം കട്ടപിടിക്കാൻ ഒരുപാട് സമയം എടുക്കും കേട്ടോ. ജീവകം കെയുടെ അപര്യാപ്തത രോഗം അറിയപ്പെടുന്ന പേരാണ് ഹീമോഫീലിയ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു പേരിൽ പറയുന്നുണ്ട്, എന്താണ്? റോയൽ ഡിസീസ് എന്നല്ലേ. റോയൽ ഡിസീസ് എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ ആണ്. ഹീമോഫീലിയ ദിനം എന്ന് പറയുന്നത് ഏപ്രിൽ 17 ആണ്. ഹീമോഫീലിയ ദിനം എന്നറിയപ്പെടുന്നത് ഏപ്രിൽ 17 ആണ്. ജീവകം കെ അല്ലെങ്കിൽ നമ്മുടെ വൈറ്റമിൻ കെ ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് ക്യാബേജ്, ചീര, കോളിഫ്ലവർ. ജീവകം കെ ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാ? ക്യാബേജ്, ചീര, കോളിഫ്ലവർ എന്നിവയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ജീവകം കെയുടെ ശാസ്ത്രീയ നാമം ഫില്ലോക്വിനോൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം കെ ആണ്. തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം എന്ന് ചോദിച്ചാൽ ജീവകം കെ ആണ്. ജീവകം കെയുടെ അപര്യാപ്തത രോഗമാണ് ഹീമോഫീലിയ. ഹീമോഫീലിയ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? റോയൽ ഡിസീസ് എന്ന്. ഹീമോഫീലിയ ദിനമെന്ന് ആചരിക്കുന്നത് ഏപ്രിൽ 17 ആണ്. വൈറ്റമിൻ കെ ലഭ്യമാകുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ക്യാബേജ്, ചീര, കോളിഫ്ലവർ എന്നിവയാണ്. സുഹൃത്തുക്കളെ, പ്രധാനമായിട്ടും 2 രീതിയിൽ നമുക്ക് ജീവികളെ സംരക്ഷിക്കാൻ കഴിയും, അല്ലെങ്കിൽ ജീവജാലങ്ങളെ സംരക്ഷിക്കാൻ കഴിയും. അതിൽ ഒന്നാണ് ഇൻസിറ്റു കൺസർവേഷനും മറ്റൊന്ന് എക്സിറ്റു കൺസർവേഷനും. അപ്പൊ എന്താ ഇൻസിറ്റു കൺസർവേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിൽ തന്നെ സംരക്ഷിക്കുന്നതിനെ ഇൻസിറ്റു കൺസർവേഷൻ എന്നറിയപ്പെടുന്നു. ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിൽ തന്നെ സംരക്ഷിക്കുന്നതിനെ ഇൻസിറ്റു കൺസർവേഷൻ എന്നറിയപ്പെടുന്നു. എന്താണ് എക്സിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്തു കൊണ്ടുവരികയും അതിനുശേഷം അവയെ സംരക്ഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് എക്സിറ്റു കൺസർവേഷൻ എന്ന്. എവിടെന്നെങ്കിലും എക്സിറ്റ് ചെയ്യുക, ഓക്കെ ആണേ. എക്സിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് സംരക്ഷിക്കുന്നതിന് അറിയപ്പെടുന്ന പേരാണ് എക്സിറ്റു കൺസർവേഷൻ എന്ന്. ഇൻസിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടുന്നവയാണ് വന്യജീവി സങ്കേതങ്ങൾ, നാഷണൽ പാർക്കുകൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ, ബയോസ്ഫിയർ റിസർവുകൾ, കാവുകൾ, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ. മറക്കരുത്, ഇൻസിറ്റു കൺസർവേഷൻ ഉൾപ്പെടുന്നവയാണ് വന്യജീവി സങ്കേതങ്ങൾ, നാഷണൽ പാർക്കുകൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ, ബയോസ്ഫിയർ റിസർവുകൾ, കാവുകൾ, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ. ഒന്നുകൂടെ പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. 2 രീതിയിൽ നമുക്ക് ജീവജാലങ്ങളെ സംരക്ഷിക്കാൻ കഴിയും. ഒന്ന് ഇൻസിറ്റു കൺസർവേഷനും മറ്റൊന്ന് എക്സിറ്റു കൺസർവേഷനും. ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളിൽ തന്നെ സംരക്ഷിക്കുന്നതിനെ ഇൻസിറ്റു കൺസർവേഷൻ എന്നറിയപ്പെടുന്നു.
ഒന്നുമില്ല. നമ്മളിപ്പോൾ ഒരു കടുവാ സംരക്ഷണ കേന്ദ്രം ആരംഭിക്കുന്നു വെക്കുക, കടുവ എവിടെയാണോ ഉള്ളത് അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലും ജനങ്ങളൊന്നും എത്താതെ ആ കടുവയുടെ പ്രവർത്തനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ അത് അവിടെ ജീവിക്കുന്നു. മറ്റുള്ള മനുഷ്യർ അങ്ങോട്ട് കയറാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനൊന്ന് സംരക്ഷിക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി എക്സിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാലോ, ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്തു കൊണ്ടുവന്ന് സംരക്ഷിക്കുന്നതിനെ എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് കുറച്ച് ജീവജാലങ്ങളെ കൊണ്ടുവന്നിട്ട് നമ്മളേതായ രീതിയിൽ എന്ത് ചെയ്യുന്നു, അതിനൊരു ആവാസ വ്യവസ്ഥ ഉണ്ടാക്കി കൊടുത്തിട്ട് അതിനകത്ത് സംരക്ഷിക്കുന്നു. ഇതിനെയാണ് എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത്. ഇൻസിറ്റു കൺസർവേഷൻ ഉൾപ്പെടുന്നവ എന്തൊക്കെയാണ്? വന്യജീവി സങ്കേതങ്ങള്, നാഷണൽ പാർക്കുകള്, കമ്മ്യൂണിറ്റി റിസർവുകള്, ബയോസ്ഫിയർ റിസർവുകള്, കാവുകള്, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ എന്നിവയാണ് പഠിക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് വന്യജീവി സങ്കേതങ്ങൾ. എന്താ സുഹൃത്തുക്കളെ? വന്യജീവി സങ്കേതങ്ങൾ ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയുന്നതിനായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വനമേഖലകൾ അറിയപ്പെടുന്ന പേരാണ് വന്യജീവി സങ്കേതങ്ങൾ. അപ്പോൾ എന്താ വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയുന്നതിനായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വനമേഖല അറിയപ്പെടുന്ന പേരാണ് വന്യജീവി സങ്കേതങ്ങൾ. ഉദാഹരണം പറഞ്ഞാൽ പേപ്പാറ വന്യജീവി സങ്കേതം, വയനാട് വന്യജീവി സങ്കേതം, പെരിയാർ വന്യജീവി സങ്കേതം. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ എന്താണോ ആവാസ വ്യവസ്ഥയുള്ളത് അതിനനുസരിച്ച് അവിടെ എന്ത് ചെയ്യുന്നു, വന്യജീവികളുടെ വംശനാശം തടയുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, അവിടെ അങ്ങ് വനമേഖലയായിട്ട് പ്രഖ്യാപിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ആ മേഖല എന്ത് ചെയ്യുന്നു, നമ്മളെ കുറച്ചുകൂടി എന്ത് ചെയ്യുന്നു, കെയർ ചെയ്ത് അവിടുത്തെ വന്യജീവികളെ സംരക്ഷിക്കുന്നു. ഇതിനെ പറയുന്ന പേരാണ് വന്യജീവി സങ്കേതങ്ങൾ എന്ന്. അടുത്തതാണ് നാഷണൽ പാർക്കുകൾ. വന്യജീവി സംരക്ഷണത്തിനോടൊപ്പം ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ, ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നതിനെ നാഷണൽ പാർക്കുകൾ എന്നറിയപ്പെടുന്നു. എന്താ നാഷണൽ പാർക്കുകൾ എന്ന് പറഞ്ഞാൽ, വന്യജീവി സംരക്ഷണത്തിനോടൊപ്പം തന്നെ ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും ഭൗമ സവിശേഷതകളെയും കൂടി നമ്മൾ സംരക്ഷിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നാഷണൽ പാർക്കുകൾ എന്ന്. ഉദാഹരണം ചോദിച്ചാൽ ഇരവികുളം നാഷണൽ പാർക്കുണ്ട്, സൈലന്റ് വാലി നാഷണൽ പാർക്ക്, ആനമുടി ചോല, മതികെട്ടാം ചോല, പാമ്പാടും ചോല. അപ്പോൾ ഈ പറയുന്ന പ്രദേശങ്ങളിലൊക്കെ നമ്മൾ വന്യജീവികളെ മാത്രമല്ല സംരക്ഷിക്കുന്നത്, അവിടെയുള്ള ചരിത്ര സ്മാരകങ്ങൾ ഉണ്ടെങ്കിൽ അവയെ കൂടി സംരക്ഷിക്കുന്നുണ്ട്. ഇനി പ്രത്യേകതരം പ്രകൃതി വിഭവങ്ങൾ ഉണ്ടെങ്കിൽ അതിനെയും കൂടെ നമ്മൾ സംരക്ഷിക്കുന്നുണ്ട്. ഇനി ഭൗമ അല്ലെങ്കിൽ ഭൂമിപരമായിട്ട് എന്തെങ്കിലും സവിശേഷതകൾ ഉണ്ടെങ്കിൽ അതിനെയും കൂടെ നമ്മൾ അവിടെ സംരക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവയെ നാഷണൽ പാർക്കുകൾ എന്നറിയപ്പെടുന്നത്. അടുത്തതാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. എന്താണ് കമ്മ്യൂണിറ്റി റിസർവുകൾ? പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേരാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന്. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേരാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. ഉദാഹരണം കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ്. ഏതാണ്? വള്ളിക്കുന്നം കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി റിസർവുകൾക്ക് ഉദാഹരണമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് ജീവികളുടെ വംശനാശം തടയുന്നതിനായി പ്രഖ്യാപിക്കപ്പെട്ട വനമേഖലയാണ് വന്യജീവി സങ്കേതങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഉദാഹരണം പേപ്പാറ വന്യജീവി സങ്കേതം, വയനാട് വന്യജീവി സങ്കേതം, പെരിയാർ വന്യജീവി സങ്കേതം. എന്താ നാഷണൽ പാർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വന്യജീവി സംരക്ഷണത്തിനോടൊപ്പം തന്നെ ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ, ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ നാഷണൽ പാർക്കുകൾ എന്നറിയപ്പെടുന്നു. ഉദാഹരണം പറഞ്ഞാൽ ഇരവികുളം നാഷണൽ പാർക്ക്, സൈലന്റ് വാലി നാഷണൽ പാർക്ക്, ആനമുടി ചോല, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല. എന്താണ് കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന് പറഞ്ഞാൽ? പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേരാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ എന്ന്. ഉദാഹരണം കടലുണ്ടി വള്ളിക്കുന്നം കമ്മ്യൂണിറ്റി റിസർവ്. എന്താ ബയോസ്ഫിയർ റിസർവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ലോകത്തിലെ ആവാസ വ്യവസ്ഥകളെയും ജൈവ വൈവിധ്യങ്ങളെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ അല്ലെങ്കിൽ ഉദ്ദേശത്തോടെ സ്ഥാപിക്കപ്പെട്ട വിശാലമായ ഭൂപ്രദേശങ്ങളാണ് ബയോസ്ഫിയർ റിസർവുകൾ എന്നറിയപ്പെടുന്നത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ലോകത്തിലെ ആവാസ വ്യവസ്ഥകളെയും ജൈവ വൈവിധ്യങ്ങളെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോട് സ്ഥാപിക്കപ്പെട്ട വിശാലമായ ഭൂപ്രദേശം അറിയപ്പെടുന്ന പേരാണ് ബയോസ്ഫിയർ റിസർവുകൾ എന്ന്. ബയോസ്ഫിയർ റിസർവ് ഉദാഹരണം ഏതൊക്കെയാ? നീലഗിരിയും അഗസ്ത്യമലയും. ബയോസ്ഫിയർ റിസർവ് ഉദാഹരണമാണ് നീലഗിരിയും അഗസ്ത്യമലയും. അടുത്തതാണ് കാവുകൾ. മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയാണ് കാവുകൾ എന്ന് പറയുന്നത്. മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖല അറിയപ്പെടുന്ന പേരാണ് കാവുകൾ എന്ന്. അടുത്തതാണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ. എന്താണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ എന്ന് പറഞ്ഞാല്, തദ്ദേശീയമായി ധാരാളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നതും ആവാസനാശ ഭീഷണി നേരിടുന്നതുമായ ജൈവ വൈവിധ്യ മേഖലയാണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളായിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. എന്താ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ എന്ന് പറഞ്ഞാല്,
തദ്ദേശീയമായി ധാരാളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നതും ആവാസനാശ ഭീഷണി നേരിടുന്നതുമായ ജൈവ വൈവിധ്യ മേഖലയാണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ എന്നറിയപ്പെടുന്നത്. ലോകത്തിലെ ആകെ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 36 ലോകത്തിലെ ആകെ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 36. ഇന്ത്യയിലെ ആകെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം എത്രയാ? 4 കേട്ടോ. ഇന്ത്യയിലെ ആകെ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 4. അപ്പൊ ഏതൊക്കെയാ? പശ്ചിമഘട്ടം, വടക്ക് കിഴക്കൻ ഹിമാലയം, ഇൻഡോ ബർമ മേഖല, അതുപോലെ സുന്ദർലാൻഡ്. മറക്കരുത്, ഇത്രയുമാണ് ഇമ്പോർട്ടന്റ് ആണ്. ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ എത്രണ്ണമാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്? 4 അവ ഏതൊക്കെയാണ്? പശ്ചിമഘട്ടം, വടക്ക് കിഴക്കൻ ഹിമാലയം, ഇൻഡോ ബർമ മേഖല, അതുപോലെ തന്നെ സുന്ദർലാൻഡ്. എന്താണ് സുന്ദർലാൻഡ്? ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ബയോസ്ഫിയർ റിസർവുകളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ലോകത്തിലെ ആവാസ വ്യവസ്ഥകളെയും ജൈവ വൈവിധ്യത്തെയും ജനിതക സ്രോതസ്സുകളെയും സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി സ്ഥാപിക്കപ്പെട്ട വിശാലമായ ഭൂപ്രദേശം അറിയപ്പെടുന്ന പേരാണ് ബയോസ്ഫിയർ റിസർവുകൾ എന്ന്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നീലഗിരി, അഗസ്ത്യമല എന്നിവയൊക്കെ ബയോസ്ഫിയർ റിസർവുകളാണ്. ഇനി എന്താണ് കാവുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടു വരുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയാണ് കാവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ എന്ന് ചോദിച്ചാൽ തദ്ദേശീയമായി ധാരാളം സ്പീഷീസുകൾ ഉൾക്കൊള്ളുന്നതും ആവാസനാശ ഭീഷണി നേരിടുന്നതുമായ ജൈവ വൈവിധ്യ മേഖല അറിയപ്പെടുന്ന പേരാണ് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ. ലോകത്തിലെ ആകെ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 36. ഇന്ത്യയിലെ ആകെ ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 4. അവ ഏതൊക്കെയാ? പശ്ചിമഘട്ടം, വടക്ക് കിഴക്കൻ ഹിമാലയം, ഇൻഡോ ബർമ മേഖല, സുന്ദർലാൻഡ്. ഏതാണ്? സുന്ദർലാൻഡ്. ഈ സുന്ദർലാൻഡ് ആണ് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മൾ പ്രഖ്യാപിച്ച ഇക്കോളജിക്കൽ സ്പോട്ട് എന്ന് പറയുന്നത്. അതുകൂടെ ഒന്ന് പഠിച്ചു വെക്കുക. അടുത്തതാണ് എക്സിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടുന്നവ. എന്താണ് എക്സിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടുന്നവയാണ് സുവോളജിക്കൽ ഗാർഡനുകൾ, ബൊട്ടാണിക്കൽ ഗാർഡനുകൾ, ജീൻ ബാങ്കുകൾ. എക്സിറ്റു കൺസർവേഷൻ ഉൾപ്പെടുന്നവ ഏതൊക്കെയാണ്? സുവോളജിക്കൽ ഗാർഡനുകൾ, ബൊട്ടാണിക്കൽ ഗാർഡനുകൾ, ജീൻ ബാങ്കുകൾ. ആദ്യമായി നമുക്ക് നോക്കാനുള്ളതാണ് സുവോളജിക്കൽ ഗാർഡനുകൾ. എന്താ സുവോളജിക്കൽ ഗാർഡനുകൾ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകമായി പാർപ്പിച്ച് പരിപാലിക്കുകയും വംശവർദ്ധനവിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രങ്ങൾ അറിയപ്പെടുന്ന പേരാണ് സുവോളജിക്കൽ ഗാർഡനുകൾ. പഠിച്ചോളനെ, വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ജന്തുക്കളെ അവരുടെ ആവാസ വ്യവസ്ഥയിൽ നമ്മൾ കൊണ്ടുവന്നിട്ട് അവർക്ക് വേണ്ട ആവാസ വ്യവസ്ഥ നമ്മൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ട് അവരെ അവിടെ പരിപാലിച്ച് വംശവർദ്ധനവിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രം അറിയപ്പെടുന്ന പേരാണ് സുവോളജിക്കൽ ഗാർഡനുകൾ. എന്താണ് ബൊട്ടാണിക്കൽ ഗാർഡനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വൈവിധ്യമാർന്ന സ്പീഷീസുകളിൽപ്പെട്ട അപൂർവവും പ്രാധാന്യവുമായ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാലമായ ഗവേഷണ കേന്ദ്രങ്ങളാണ് ബൊട്ടാണിക്കൽ ഗാർഡനുകൾ. അപ്പോൾ ബൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈവിധ്യമാർന്ന സ്പീഷീസുകളിൽപ്പെട്ട അപൂർവവും പ്രാധാന്യമുള്ളതുമായ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാലമായ ഗവേഷണ കേന്ദ്രം അറിയപ്പെടുന്ന പേരാണ് ബൊട്ടാണിക്കൽ ഗാർഡനുകൾ. ഉദാഹരണം പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ, പാലോട്, തിരുവനന്തപുരം. മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? പാലോട്, തിരുവനന്തപുരം. അതുപോലെ തന്നെ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ, ഒളവണ്ണ, കോഴിക്കോട്. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ, ഒളവണ്ണ, കോഴിക്കോട്. ഇത് രണ്ടും PSCയുടെ പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, പഠിക്കുക. എന്താ സുഹൃത്തുക്കളെ ജീൻ ബാങ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ജീൻ ബാങ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിത്തുകൾ, ബീജങ്ങൾ മുതലായവ ശേഖരിക്കാനും ദീർഘകാലത്തേക്ക് സംരക്ഷിക്കാനുമുള്ള സംവിധാനമുള്ള ഗവേഷണ കേന്ദ്രം അറിയപ്പെടുന്ന പേരാണ് ജീൻ ബാങ്കുകൾ. അപ്പോ ഏതെങ്കിലും ഒരു പ്രത്യേക സ്പീഷീസിന്റെ വിത്തുകളോ അല്ലെങ്കിൽ അതിന്റെ ബീജങ്ങൾ മുതലായവയെ ശേഖരിക്കാനും ദീർഘകാലത്തേക്ക് സംരക്ഷിക്കാനുമുള്ള സംവിധാനമാണ് അല്ലെങ്കിൽ സംവിധാനമുള്ള ഗവേഷണ കേന്ദ്രം അറിയപ്പെടുന്ന പേരാണ് ജീൻ ബാങ്കുകൾ എന്ന്. ഉദാഹരണം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി, തിരുവനന്തപുരം. മറക്കരുത്, രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി, തിരുവനന്തപുരം ഒരു ജീൻ ബാങ്കിന് ഉദാഹരണമാണ്. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. എന്താ ബൊട്ടാണിക്കൽ ഗാർഡനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈവിധ്യമാർന്ന സ്പീഷീസുകളിൽപ്പെട്ട അപൂർവവും പ്രധാനപ്പെട്ടതുമായ സസ്യങ്ങളെ സംരക്ഷിക്കുന്ന വിശാലമായ ഗവേഷണ കേന്ദ്രമാണ് ബൊട്ടാണിക്കൽ ഗാർഡനുകൾ എന്നറിയപ്പെടുന്നത്. ഉദാഹരണം ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ, പാലോട്, തിരുവനന്തപുരം. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ, ഒളവണ്ണ, കോഴിക്കോട്. ഇത് രണ്ടും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. എന്താണ് ജീൻ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ വിത്തുകൾ, ബീജങ്ങൾ മുതലായവ ശേഖരിക്കാനും ദീർഘകാലത്തെ സംരക്ഷിക്കാനുമുള്ള സംവിധാനമുള്ള ഗവേഷണ കേന്ദ്രങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ജീൻ ബാങ്കുകൾ. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംവിധാനമുള്ള ഗവേഷണ കേന്ദ്രത്തെ നമ്മൾ ജീൻ ബാങ്കുകൾ എന്നറിയപ്പെടുന്നു. ഉദാഹരണം ചോദിച്ചാൽ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി, തിരുവനന്തപുരം. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് ചന്ദ്രയാൻ 3. ഇന്ത്യയുടെ 3ാമത്തെ ചാന്ദ്ര ദൗത്യം എന്നറിയപ്പെടുന്നത് ചന്ദ്രയാൻ 3 ആണ്. ഇത് നമ്മുടെ കറണ്ട് അഫേഴ്സ് ആണ്, നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ചന്ദ്രയാൻ 3 എന്നുള്ളത് ഇന്ത്യയുടെ 3ാമത്തെ ചാന്ദ്ര ദൗത്യമാണ്. ചന്ദ്രയാൻ 3 വിക്ഷേപിക്കപ്പെട്ട തീയതി 2023 ജൂലൈ മാസം
14 തീയതി ചന്ദ്രയാൻ 3 വിക്ഷേപിക്കപ്പെട്ട തീയതി എത്രയാണ്? 2023 ജൂലൈ മാസം 14 തീയതി ചന്ദ്രയാൻ 3 ആയതുകൊണ്ട് വിക്ഷേപിച്ച എത്രയിലാണ്? 2023 ചന്ദ്രയാൻ 3 ആയതുകൊണ്ട് 2023 വിക്ഷേപിച്ചതെന്ന് പഠിക്കുക. ചന്ദ്രയാൻ 3 വിക്ഷേപണ വാഹനമാണ് LMV-3M4 റോക്കറ്റ്. LMV-3M4 എന്ന് പറയുന്ന റോക്കറ്റിലാണ് ചന്ദ്രയാൻ 3 നമ്മൾ വിക്ഷേപിച്ചത്. ചന്ദ്രയാൻ 3 വിക്ഷേപണ തറ നമുക്ക് എല്ലാം അറിയാം. സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട, അതിഞ്ഞെടുത്ത് പറയുന്നില്ല. ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത തീയതി, ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ മിഷന്റെ. ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത തീയതി ചോദിച്ചാൽ 2023 ഓഗസ്റ്റ് മാസം 23 തീയതി. 2023 ഓഗസ്റ്റ് മാസം 23 തീയതി. 23 പഠിക്കാൻ എളുപ്പമല്ലേ? 23 മറക്കരുത്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകം സോഫ്റ്റ് ലാൻഡ് ചെയ്യിപ്പിച്ച ആദ്യത്തെ രാജ്യം ഇന്ത്യയായി. അങ്ങനെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ പേടകം സോഫ്റ്റ് ലാൻഡ് ചെയ്യിപ്പിച്ച ആദ്യത്തെ രാജ്യം ആരായി മാറി? ഇന്ത്യയായി മാറി. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഒന്നുകൂടി പറയുവാണ്. ചന്ദ്രയാൻ 3 ലാൻഡർ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്ത തീയതി ചോദിച്ചാൽ 2023 ഓഗസ്റ്റ് 23. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ പേടകം സോഫ്റ്റ് ലാൻഡ് ചെയ്യിപ്പിച്ച ആദ്യത്തെ രാജ്യമായി അങ്ങനെ ഇന്ത്യ മാറി. ചന്ദ്രയാൻ 3 ലാൻഡറിന്റെ പേരാണ് വിക്രം ലാൻഡർ. പഴയ ലാൻഡറും പഴയ റോവറും തന്നെയാണ്, പേരിന് ഒരു വ്യത്യാസവുമില്ല. ചന്ദ്രയാൻ 3 ലാൻഡറിന്റെ പേരാണ് വിക്രം ലാൻഡർ. വിക്രം ലാൻഡർ ഇറങ്ങിയ ചന്ദ്രനിലെ പ്രദേശത്ത് അറിയപ്പെടുന്ന പുതിയ പേരാണ് ശിവശക്തി. പഠിച്ചു വെച്ചോളെ, വിക്രം ലാൻഡർ ഇറങ്ങിയ ചന്ദ്രനിലെ പ്രദേശം അറിയപ്പെടുന്ന പുതിയ പേരാണ് ശിവശക്തി. ഏതൊക്കെ ചാന്ദ്ര ഗർത്തങ്ങൾക്കിടയിലാണ് വിക്രം ലാൻഡർ സോഫ്റ്റ് ലാൻഡ് ചെയ്തത് എന്ന് പഠിച്ചു വെച്ചിരിക്കുക. മാൻസിനസ് സിയും അതുപോലെ തന്നെ സിംപേലിയസ് എൻ എന്നീ 2 ഗർത്തങ്ങൾക്കിടയിലാണ് ആരിറങ്ങിയത്? വിക്രം ലാൻഡർ ലാൻഡ് ചെയ്തത് പഠിക്കുക. മാൻസിനസ് സിയും അതുപോലെ തന്നെ സിംപേലിയസ് എന്നും എന്ന് പറയുന്ന 2 ഗർത്തങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ക്രേറ്ററുകൾക്കിടയിലാണ് ആരിറങ്ങിയത്? നമ്മുടെ വിക്രം ലാൻഡർ ഇറങ്ങിയതെന്നങ്ങ് പഠിച്ചു വെച്ചേക്കുക. വിക്രം ലാൻഡറിന്റെ ഭാഗമായിട്ട് കുറച്ച് ഉപകരണങ്ങൾ കൂടിയുണ്ട്. PSCയുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ കിടക്കുന്ന ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇത്തരം ചോദ്യങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ് വിക്രം ലാൻഡറിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ISRO നിർമ്മിത ഉപകരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ചന്ദ്രോപരിതലത്തിലെ പ്ലാസ്മയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് റംഭ LP എന്നുള്ള ഉപകരണം വിക്രം ലാൻഡറിൽ ഉണ്ടായിരുന്നു. ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന പ്ലാസ്മയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി റംഭ LP എന്ന് പറയുന്ന ഉപകരണം എന്തിൽ കണക്ട് ചെയ്തിരുന്നു? നമ്മുടെ വിക്രം ലാൻഡറിൽ ഉണ്ടായിരുന്നു. ചന്ദ്രോപരിതലത്തിലെ താപനിലയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഉപകരണമായിരുന്നു ചാസിറ്റ്. എന്താ അവന്റെ പേര്? ചാസിറ്റ് എന്നായിരുന്നു. എന്താ അവന്റെ ഫുൾ ഫോം എന്ന് സുഹൃത്തുക്കൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ചന്ദ്രയാൻ സർഫസ് തെർമോ ഫിസിക്കൽ എക്സ്പെരിമെന്റ്. എന്താണ് ചന്ദ്രയാൻ സർഫസ് തെർമോ ഫിസിക്കൽ എക്സ്പെരിമെന്റ് എന്നാണ് ഈ ചാസറ്റിന്റെ പേരെന്ന് പറയുന്നത്. ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ലാൻഡറിന് ചുറ്റുമുള്ള ചന്ദ്രോപരിതലത്തിൽ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ടാണ് ഇലിസ എന്ന ഉപകരണം ഉപയോഗിച്ചു. ഒന്നുകൂടി പറയാം, ലാൻഡറിന് ചുറ്റുമുള്ള ചന്ദ്രോപരിതലത്തിൽ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇലിസ എന്ന് പറയുന്ന ഉപകരണം എന്ത് ചെയ്തു? ഘടിപ്പിച്ചിരുന്നു വിക്രം ലാൻഡറിൽ. ഈ ഇലിസ ഉപകരണത്തിന്റെ ഫുൾ ഫോം എന്നുകൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇൻസ്ട്രുമെന്റ് ഫോർ ലൂണാർ സിസ്മിക് ആക്ടിവിറ്റി എന്നാണ് ഈ പറയുന്ന ഉപകരണത്തിന്റെ പേരെന്ന് പറയുന്നത്. കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഒന്നുകൂടി പറയുവാണ്. ലാൻഡറിന് ചുറ്റുമുള്ള ചന്ദ്രോപരിതലത്തിൽ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഉപകരണം അറിയപ്പെടുന്ന പേരാണ് ഇലിസ എന്നുള്ളത്. ഈ ഇലിസയുടെ ഫുൾ ഫോം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസ്ട്രുമെന്റ് ഫോർ ലൂണാർ സിസ്മിക് ആക്ടിവിറ്റീസ് എന്നാണ്. ഇൻസ്ട്രുമെന്റ് ഫോർ ലൂണാർ സിസ്മിക് ആക്ടിവിറ്റീസ് എന്നാണ്. ചന്ദ്രയാൻ 3 റോവർ ആയിരുന്നു പ്രഗ്യാൻ. നേരത്തെ റോവർ തന്നെയാണ്. ചന്ദ്രയാൻ 2 അതേ റോവർ തന്നെയാണ് ചന്ദ്രയാൻ 3 ഉപയോഗിച്ചത്. അവന്റെ പേരെന്താണ്? പ്രഗ്യാൻ എന്നാണ്. പ്രഗ്യാൻ റോവറിന്റെ ഭാഗമായുള്ള ഉപകരണം കൂടി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ചന്ദ്രയാൻ 3 ഇവിടെ അവസാനിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് സമയം കളയേണ്ട. പ്രഗ്യാൻ റോവറിന്റെ ഭാഗമായിട്ടുള്ള ഉപകരണങ്ങൾ ഏതൊക്കെയെന്നുള്ളത് പഠിക്കാം.
ചന്ദ്രോപരിതലത്തിൽ കാണപ്പെടുന്ന ലോഹങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ആപ്6 എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിച്ചു. APXS എന്നുള്ള ഉപകരണം, ആപ്6 എന്നുള്ള ഉപകരണം ഉപയോഗിച്ചു. ചന്ദ്രോപരിതലത്തിൽ കാണപ്പെടുന്ന ലോഹങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ആപ്6 എന്ന ഉപകരണം ഉപയോഗിച്ചു. അതിന്റെ ഫുൾ ഫോം എന്തെന്ന് ചോദിച്ചാൽ സുഹൃത്തുക്കളൊന്ന് കേട്ടിരുന്നാൽ മതി. ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്റർ എന്നാണ് അതിന്റെ അർത്ഥം. ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്റർ എന്നാണ് ആപെക്സിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. ചന്ദ്രോപരിതലത്തിലെ രാസഘടന മനസ്സിലാക്കുന്നതിന് വേണ്ടി ലിപ്സ് എന്ന് പറയുന്ന ഒരു ഉപകരണം ഉണ്ടായിരുന്നു പ്രഗ്യാൻ റോവറിൽ. ഒന്നുകൂടി പറയാം, ചന്ദ്രോപരിതലത്തിലെ രാസഘടന മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ലിബ്സ് എന്ന് പറയുന്ന ഒരു ഉപകരണം ഉണ്ടായിരുന്നു നമ്മുടെ പ്രഗ്യാൻ റോവറിൽ. ആ ലിബ്സിന്റെ ഫുൾ ഫോം എന്തെന്ന് ചോദിച്ചാൽ ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ് എന്നാണ്. ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ് എന്നാണ് ആ ഉപകരണത്തിന്റെ ഫുൾ പേരെന്ന് പറയുന്നത്. ഈ ഫുൾ പേരെന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ചന്ദ്രയാൻ ദൗത്യം എത്ര ദിനങ്ങളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറക്കരുത്, 14 ഭൗമ ദിനങ്ങളാണ്. എത്ര ദിനങ്ങളാ സുഹൃത്തുക്കളെ? 14 ഭൗമ ദിനങ്ങളാണ്. ഭൂമിയിലെ 14 ദിവസങ്ങളാണ് എന്ത് ചെയ്തത്? ചന്ദ്രയാൻ 3 അതിന്റെ ദൗത്യം നടത്തിയത്. അതായത് അതൊരു ചാന്ദ്ര ദിനത്തിന് തുല്യമാണ്, അല്ലെങ്കിൽ അത് ചന്ദ്രനിലെ ഒരു ദിനത്തിന് തുല്യമാണ്. എത്രയെന്ന് പറയുന്നത്? ഭൂമിയിലെ 14 ദിനം എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, ചന്ദ്രയാൻ 3ന്റെ ദൗത്യം എത്ര ദിനങ്ങൾ നീണ്ടു നിന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 14 ഭൗമ ദിനങ്ങൾ നീണ്ടു നിന്നു. ഇപ്പോഴങ്ങോട്ട് കറണ്ട് അഫേഴ്സ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്. 14 ഭൗമ ദിനങ്ങൾ എന്ത് ചെയ്തു? നീണ്ടു നിന്നു. ഇതെന്ന് പറയുന്നത് ഒരു ചാന്ദ്ര ദിനത്തിന് തുല്യമാണ്. ഈ 14 ഭൗമ ദിനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാന്ദ്ര ദിനത്തിന് തുല്യമാണ്. ചന്ദ്രയാൻ 3ന്റെ വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ മലയാളിയായിട്ടുള്ള S സോമനാഥനാണ്. ചന്ദ്രയാൻ 3ന്റെ വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ S സോമനാഥനാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് ചന്ദ്രയാൻ 2നെ പറ്റി. PSCയുടെ ട്രെൻഡിങ്ങിൽ കിടക്കുന്നതാണ്. ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3 പഠിച്ചു വെക്കുക. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര ദൗത്യം എന്നറിയപ്പെടുന്നത് ചന്ദ്രയാൻ 2. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര ദൗത്യം എന്നറിയപ്പെടുന്നത് ചന്ദ്രയാൻ 2 ആണ്. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ച തീയതി 2019 ജൂലൈ മാസം 22-ാം തീയതി. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ച തീയതി എത്രയാണ്? 2019 ജൂലൈ മാസം 22-ാം തീയതി. ചന്ദ്രയാൻ 2 ആയോണ്ട് ജൂലൈ 22-ന് എന്ത് ചെയ്തു? നമ്മൾ വിക്ഷേപിച്ചു എന്ന് അങ്ങ് പഠിച്ചു വെക്കുക. വർഷം എത്രയാണ്? 2019. ചന്ദ്രയാൻ 2 വിക്ഷേപണ വാഹനം GSLV Mark 3 M1 ആണ്. GSLV Mark 3 M1 ആണ് ചന്ദ്രയാൻ 2 വിക്ഷേപിക്കാനായിട്ട് ഉപയോഗിച്ച വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത്. പഠിച്ചു വെക്കുക. ചന്ദ്രയാൻ 2ന്റെ വിക്ഷേപണ തറ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്നതിന് വേണ്ടി ചന്ദ്രയാൻ 2ന്റെ ഭാഗമായിരുന്ന ലാൻഡർ ആയിരുന്നു വിക്രം ലാൻഡർ. ചന്ദ്രോപരിതലത്തിനെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടി ചന്ദ്രയാൻ 2ന്റെ ഭാഗമായിരുന്ന റോവർ ആയിരുന്നു പ്രഗ്യാൻ. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്നതിന് വേണ്ടി ചന്ദ്രയാൻ 2ന്റെ ഭാഗമായിരുന്ന ലാൻഡർ ചോദിച്ചാൽ അത് വിക്രം ലാൻഡർ ആണ്. ചന്ദ്രോപരിതലത്തിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ചന്ദ്രയാൻ 2ന്റെ ഭാഗമായിരുന്ന റോവർ ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രഗ്യാനാണ്. എന്താണ് റോവർ എന്നും എന്താണ് ലാൻഡർ എന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കി വെച്ചിട്ട് വേണം മുന്നോട്ട് പോവാനായിട്ട്. അപ്പോ ചന്ദ്രയാനിലുണ്ടായിരുന്ന ലാൻഡർ എന്ന് ചോദിച്ചാൽ അത് വിക്രവും, അതുപോലെ ചന്ദ്രന്റെ ഉപരിതലത്തെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ചന്ദ്രയാനിലുണ്ടായിരുന്ന റോവർ എന്ന് ചോദിച്ചാൽ അത് പ്രഗ്യാനുമാണ്. ചന്ദ്രയാൻ 2ന് ചന്ദ്രനിലെത്തിയ തീയതി 2019 ഓഗസ്റ്റ് 20. എല്ലാ 2ന്റെ കളിയാണ് കേട്ടോ. ചന്ദ്രയാൻ 2 ചന്ദ്രനിലെത്തിയ തീയതി ചോദിച്ചു കഴിഞ്ഞാൽ 2019 ഓഗസ്റ്റ് 20-ലാണ്. അതിൽ 2 ഉണ്ട്. ഓഗസ്റ്റ് 20-ലാണ്. ചന്ദ്രയാൻ 2ന്റെ പ്രോജക്ട് ഡയറക്ടർ മുത്തയ്യ വനിത. ചന്ദ്രയാൻ 2ന്റെ പ്രോജക്ട് ഡയറക്ടർ ആരാണ്? മുത്തയ്യ വനിതയാണ്. ചന്ദ്രയാൻ 2ന്റെ മിഷൻ ഡയറക്ടർ ഋതു കരിന്താൾ. ചന്ദ്രയാൻ 2ന്റെ മിഷൻ ഡയറക്ടർ ആരാണ്? ഋതു കരിന്താൾ ആണ്. ചന്ദ്രയാൻ 2ന്റെ വിക്ഷേപണ സമയത്ത് ISRO ചെയർമാൻ K ശിവൻ ആയിരുന്നു. ചന്ദ്രയാൻ 2ന്റെ വിക്ഷേപണ സമയത്ത് ISROയുടെ ചെയർമാൻ ആരായിരുന്നു? K ശിവൻ ആയിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര ദൗത്യം അറിയപ്പെടുന്ന പേരാണ് ചന്ദ്രയാൻ 1. ഇന്ത്യയുടെ ആദ്യത്തെ ചാന്ദ്ര ദൗത്യം അറിയപ്പെടുന്ന പേരാണ് ചന്ദ്രയാൻ 1. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച വർഷം 2008 ഒക്ടോബർ 22. പഠിച്ചു വെച്ചോളണേ. ഇമ്പോർട്ടന്റ് പോയിന്റാ പറഞ്ഞത്. ഇപ്പോഴും PSCയുടെ ട്രെൻഡിങ് കിടക്കുന്ന ചോദ്യമാണ് പറഞ്ഞത്. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച വർഷം 2008 ഒക്ടോബർ 22-നാണ്. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വാഹനം PSLV C-11 ആണ്. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വാഹനം ഏതാ സുഹൃത്തുക്കളെ? PSLV C-11 ആണ്. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എവിടെ നിന്നെന്ന് ചോദിച്ചാൽ അത്
സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ്. അപ്പോൾ ചന്ദ്രയാൻ 1ന്റെ വിക്ഷേപണ തറ എന്നറിയപ്പെടുന്നത് സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയാണ്. ഈ പറഞ്ഞിരിക്കുന്ന ചന്ദ്രയാൻ 1 ആയാലും 2 ആയാലും 3 ആയാലും എല്ലാം സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട തന്നെയാണ് കേട്ടോ. എന്നാലും നമ്മൾ എടുത്തു പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ചന്ദ്രയാൻ 1ന്റെ വിക്ഷേപണ തറ എന്ന് ചോദിച്ചാൽ സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട. പ്രധാനമായും ചന്ദ്രയാൻ 1ന്റെ കണ്ടെത്തൽ എന്തെന്ന് ചോദിച്ചാൽ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തി. എന്താണ് പ്രധാനപ്പെട്ട ചന്ദ്രയാൻ 1ന്റെ കണ്ടെത്തൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തി. ചന്ദ്രയാൻ 1ന്റെ പ്രവർത്തനം അവസാനിച്ച വർഷം 2009 ഓഗസ്റ്റ് 28-നാണ്. ചന്ദ്രയാൻ 1ന്റെ പ്രവർത്തനം അവസാനിച്ച വർഷം 2009 ഓഗസ്റ്റ് മാസം 28-ാം തീയതിയാണ്. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? മൻമോഹൻ സിംഗ് ആയിരുന്നു. അതുപോലെ തന്നെ ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്ന സമയത്ത് ISROയുടെ ചെയർമാൻ ജി മാധവൻ നായർ ആയിരുന്നു. ഇത് രണ്ടും പഠിക്കണേ. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ മൻമോഹൻ സിംഗ് ആയിരുന്നു. ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്ന സമയത്ത് ISROയുടെ ചെയർമാൻ ജി മാധവൻ നായർ ആയിരുന്നു. അരിയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. ഇതിനകത്ത് ഹ്രസ്വ വരുന്നുണ്ടേ, ശ്രദ്ധിച്ചോളണേ. വെറും ഹ്രസ്വയാണേ. അരിയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് പവിത്ര, ഹ്രസ്വ, അന്നപൂർണ എന്നിവ. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് നമ്മൾ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെയാണ് KAU അഥവാ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ച അക്ഷയ, സുപ്രിയ, ലാവണ്യ, മനുരത്ന, പൗർണമി, മിഥില. പഠിച്ചുകൊള്ളണം, ഇമ്പോർട്ടന്റ് ആണ്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ച അക്ഷയ, സുപ്രിയ, ലാവണ്യ, മനുരത്ന, പൗർണമി, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ച മിഥില എന്ന് പറയുന്നത്. ഈ മിഥില എന്ന് പറയുന്നത് 2019 നമ്മൾ വികസിപ്പിച്ച അരിയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ്. അതുകൊണ്ട് അതുകൂടെ നമ്മളൊന്ന് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അരിയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഏതൊക്കെയാണ്? പവിത്ര, ഹ്രസ്വ, അന്നപൂർണ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. പിന്നെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ച അക്ഷയ, സുപ്രിയ, ലാവണ്യ, മനുരത്ന, പൗർണമി, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ തന്നെ മിഥില എന്ന് പറയുന്നത്. മിഥില 1 നോക്കി വെച്ചോളണം, കാരണം ഇത് 2019 നമ്മൾ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള അരിയുടെ വിത്തിനമാണ്. പയറാണെന്നുണ്ടെങ്കിൽ ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ഇതെല്ലാം ടെക്സ്റ്റ് ബുക്കിൽ അതുപോലെ പറഞ്ഞിരിക്കുന്നതാണ്. PSC പ്രീവിയസ് ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളുമാണ്. പയറിന്റെ പ്രധാനം ഏതൊക്കെയാണ്? ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക എന്നിവ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഇനി കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചതാണ് ദീപിക, വെള്ളായണി, ജ്യോതിക. ഈ വെള്ളായണി, ജ്യോതിക അങ്ങ് പഠിച്ചു വെച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. KAUവിൻ്റെതാണ് ദീപികയും അതുപോലെ തന്നെ വെള്ളായണി, ജ്യോതികയും. പച്ചമുളകിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നതാണ്, അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിച്ചു വെക്കണം. അതിനോടൊപ്പം തന്നെ പഠിക്കാനുള്ളതാണ് വെള്ളായണി അതിലയും, വെള്ളായണി തേജസ്സും, കീർത്തിയും. ഇത് നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഇപ്പോൾ അങ്ങോട്ട് ഡെവലപ്പ് ചെയ്തെടുത്തതേ ഉള്ളൂ, അതുകൊണ്ട് അതൊന്ന് പഠിച്ചോളണം. വെള്ളായണി അതുല്യ, വെള്ളായണി തേജസ്, കീർത്തി എന്നിവ പച്ചമുളകിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. അരിയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ചോദിച്ചാല് പവിത്ര, ഹ്രസ്വ, അന്നപൂർണ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അതിനുശേഷം നമ്മൾ ഏതാണ്? കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ച അക്ഷയ, സുപ്രിയ, ലാവണ്യ, മനുരത്ന, പൗർണമി. അതിനോടൊപ്പം പഠിക്കാനുള്ളത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി തന്നെ വികസിപ്പിച്ച മിഥില എന്ന് പറയുന്നത്. മിഥിലയുടെ പ്രത്യേകത എന്താ? ഇത് 2019 നമ്മൾ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ്. പയറിനകത്ത് വരുമ്പോൾ ഏതൊക്കെയാണ്? ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക എന്നിവയാണ്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നവയാണ്. അതിനോടൊപ്പം നമ്മൾ പഠിക്കാനുള്ളതാണ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്ത ദീപിക, വെള്ളായണി, ജ്യോതിക. അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് പച്ചമുളക്. പച്ചമുളകിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ എന്നിവ. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നതാണ്. അതിനോടൊപ്പം നമ്മൾ പഠിക്കേണ്ടതാണ് വെള്ളായണി അതുല്യ, വെള്ളായണി തേജസ്, കീർത്തി എന്നിവയാണ്. ഇത് നമ്മുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഇപ്പൊ അങ്ങോട്ട് വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ്. അതുകൂടെ ഒന്ന് പഠിക്കുക. വെണ്ടയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് കിരൺ, അർക്ക, അനാമിക. ടെക്സ്റ്റ് ബുക്ക് പഠിച്ചോളണേ. വെണ്ടയുടെ പ്രധാനപ്പെട്ട അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് കിരൺ, അർക്ക, അനാമിക എന്നിവ. അതിനോടൊപ്പം നമ്മൾ പഠിക്കേണ്ടതാണ് സൽകീർത്തി, അഞ്ചിത, മഞ്ചിമ. പഠിച്ചോളണേ. മഞ്ചിമ 2013 ഡെവലപ്പ് ചെയ്തതാണ്, അതുകൊണ്ട് പഠിച്ചോളുക. വെണ്ടയുടെ പ്രധാന അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് കിരൺ, അർക്ക, അനാമിക എന്നിവ. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അതിനോടൊപ്പം പഠിക്കാനുള്ളതാണ് സൽകീർത്തി, അഞ്ചിത, മഞ്ചിമ എന്നിവ.
വഴുതന ഏതാണ്? സൂര്യ, ശ്വേത, ഹരിത, നീലിമ. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, അത് മാത്രം നോക്കി വെച്ചാൽ മതി. വഴുതനയുടെ പ്രധാനപ്പെട്ട ഹൈബ്രിഡ് വെറൈറ്റികൾ ഏതൊക്കെയാണ്? സൂര്യ, ശ്വേത, ഹരിത, നീലിമ എന്നിവയാണ്. തക്കാളിയുടേതാണ് മുക്ത, അനഘ, അക്ഷയ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. മുക്ത, അനഘ, അക്ഷയ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നതാണ്. അതിനോടൊപ്പം നമ്മൾ പഠിക്കുവാനുള്ളതാണ് മനുലക്ഷ്മി, മനുപ്രഭ, വെള്ളായണി, വിജയ്. വെള്ളായണി വിജയ് അങ്ങ് പഠിച്ചു വെച്ചോളെ, അത് ഇപ്പൊ അങ്ങോട്ട് ഡെവലപ്പ് ചെയ്തേ ഉള്ളൂ, അതുകൊണ്ട് അത് പഠിക്കണം. മനുലക്ഷ്മി, മനുപ്രഭ, വെള്ളായണി, വിജയ് എന്നിവയൊക്കെ നമ്മുടെ തക്കാളിയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ്. ഇനി പാവലിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ് പ്രീതി, പ്രിയങ്ക, ഹരിത. ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, ഇപ്പോഴും അതുപോലെ PSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിൽ തന്നെ പ്രിയങ്ക നന്നായിട്ട് പഠിച്ചു വെച്ചോളണം. ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ കണ്ടിരുന്നു. പാവലിന്റെ പ്രധാനപ്പെട്ട അത്യുൽപാദന ശേഷിയുള്ളത് ഏതൊക്കെയാണ്? പ്രീതി, പ്രിയങ്ക, ഹരിത എന്നിവയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. വെണ്ടയിലെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഏതൊക്കെയാണ്? കിരൺ, അർക്ക, അനാമിക എന്നിവയാണ്. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ളവയാണ്. നമുക്ക് കൂടുതൽ പഠിക്കാനുണ്ട്. അവ ഏതൊക്കെയാണ്? സൽകീർത്തി, അഞ്ചിത, മഞ്ചിമ എന്നിവയാണ്. ഈ വഴുതനയുടെ പ്രധാനപ്പെട്ട ഹൈബ്രിഡ് വെറൈറ്റികൾ ഏതൊക്കെയാ? സൂര്യ, ശ്വേത, ഹരിത, നീലിമ എന്നിവയാണ്. തക്കാളിയുടെ പ്രധാനപ്പെട്ട ഹൈബ്രിഡ് വെറൈറ്റീസ് ഏതൊക്കെയാണ്? മുക്തി, അനഘ, അക്ഷയ എന്നിവയാണ്. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അതിനോടൊപ്പം നമ്മൾ പഠിക്കാനുള്ളതാണ് മനുലക്ഷ്മി, മനുപ്രഭ, വെള്ളായണി, വിജയ്. വെള്ളായണി, വിജയ് നന്നായിട്ട് പഠിച്ചു വെക്കുക. അതൊരു തക്കാളിയുടെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനമാണ്. ഇനി പാവലിന്റെ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനം ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രീതി, പ്രിയങ്ക, ഹരിത എന്നിവയാണ്. ഇതിൽ പ്രിയങ്ക നന്നായിട്ട് പഠിച്ചു വെക്കുക. ഏകദേശം 30ഓളം ക്വസ്റ്റ്യൻ പേപ്പറിലും പാവലിന്റെ ഹൈബ്രിഡ് വെറൈറ്റി എന്ന് പറഞ്ഞാൽ ചോദിച്ചത് പ്രിയങ്കയാണ്. ഈ കഴിഞ്ഞ നമ്മുടെ ബാങ്കോയുടെ എക്സാമിനും ചോദിച്ചിരുന്നു. അടുത്തതാണ് നമ്മുടെ PSCയുടെ സ്ഥിരം ക്വസ്റ്റ്യൻ മേഖല. ഈ ഭാഗത്ത് നിന്നും തെങ്ങിന്റെ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങൾ. ലക്ഷഗംഗ. ലക്ഷഗംഗ എന്ന് പറയുന്നത് തെങ്ങിന്റെ അത്യുൽപാദന ശേഷിയുള്ള ഒരു ഇനമാണ്. ഇത് ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗാബോധത്തെയും ചേർത്തുകൊണ്ടാണ്, ലക്ഷദ്വീപ് ഓർഡിനറിനെയും അതുപോലെ ഗംഗാബോധത്തെയും ചേർത്തുകൊണ്ടാണ് ലക്ഷഗംഗ എന്ന് പറയുന്ന ഹൈബ്രിഡ് വെറൈറ്റി ഉണ്ടാക്കിയിരിക്കുന്നത്. ചന്ദ്രലക്ഷ. ചന്ദ്രലക്ഷ എന്ന് പറഞ്ഞാൽ ലക്ഷദ്വീപ് ഓർഡിനറിനെയും ചാവക്കാട് ഓറഞ്ചിനെയും തമ്മിൽ ചേർത്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഹൈബ്രിഡ് വെറൈറ്റിയാണ് ചന്ദ്രലക്ഷ എന്ന പേരിൽ അറിയപ്പെടുന്ന തെങ്ങിനം. ചന്ദ്രശങ്കര. ചന്ദ്രശങ്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചാവക്കാട് ഓറഞ്ചിനെയും വെസ്റ്റ് കോസ്റ്റ് ടോളിനെയും തമ്മിൽ ചേർത്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പുതിയ അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിനമാണ് ചന്ദ്രശങ്കര എന്ന് പറയുന്നത്. ഇത് മൂന്നും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ്. അതുകൊണ്ട് PSC അതുപോലെ ഏകദേശം 15ഓളം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ കഴിഞ്ഞ എക്സാമുകളിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് മൂന്നും നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകൂടെ ഇത് മൂന്നൂടെ പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ലക്ഷഗംഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷദ്വീപ്, ഗംഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗാബോധം. അപ്പോ ലക്ഷഗംഗ എന്ന് പറഞ്ഞാൽ ലക്ഷദ്വീപ് ഓർഡിനറിയും അതുപോലെ ഗംഗാബോധത്തിനെയും തമ്മിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് ലക്ഷഗംഗ എന്ന് പറയുന്നത്. ഇനി ചന്ദ്രലക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷദ്വീപ് ഓർഡിനറിയെയും ചാവക്കാട് ഓറഞ്ചിനെയും തമ്മിൽ ചേർത്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിനമാണ് ചന്ദ്രലക്ഷ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താ ചന്ദ്രശങ്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചാവക്കാട് ഓറഞ്ചിനെയും വെസ്റ്റ് കോസ്റ്റ് ടോളിനെയും തമ്മിൽ ചേർത്തുകൊണ്ട് നമ്മൾ നിർമ്മിച്ച പുതിയ അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിനമാണ് ചന്ദ്രശങ്കര എന്ന പേരിൽ അറിയപ്പെടുന്നത്. പഠിക്കുക. ഇത് മാത്രം പോരാ, ഇതിനോടൊപ്പം നമുക്ക് കുറച്ച് തെങ്ങിനം കൂടി പഠിക്കാനുണ്ട്. അതാണ് ആനന്ദഗംഗ, കേരഗംഗ, കേര സൗഭാഗ്യ, കേരസാഗര, കേരമധുര, കേരസുലഭ. ഇതിൽ കേരസുലഭ എന്ന് പറയുന്നത് 2019 നമ്മളുണ്ടാക്കിയ ഹൈബ്രിഡ് വെറൈറ്റി ആണ് കേട്ടോ. ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്? ആനന്ദഗംഗ, കേരഗംഗ, കേരസൗഭാഗ്യ, കേരസാഗര, കേരമധുര, കേരസുലഭ. കേരസുലഭ എന്ന് പറയുന്നത് 2019 നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്തെടുത്ത പുതിയൊരു തെങ്ങിനമാണ്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് കശുവണ്ടി. കശുവണ്ടിയിൽ എന്തൊക്കെയാ പഠിക്കാനുള്ളത്? ആനക്കയം 1, മാടക്കത്തറ 1, 2. ആനക്കയവും മാടക്കത്തറയും നമ്മുടെ കശുവണ്ടി ഗവേഷണ കേന്ദ്രമാണെന്ന് അറിയാലോ. ഇവ രണ്ടിടത്തു നിന്നും ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള കശുവണ്ടി വിഭാഗങ്ങളാണ്, അല്ലെങ്കിൽ കശുവണ്ടിയുടെ ഹൈബ്രിഡ് വിഭാഗങ്ങളാണ് ആനക്കയം 1 അതുപോലെ മാടക്കത്തറ 1, 2. അതിനോടൊപ്പം നമുക്ക് പഠിക്കാനുള്ളതാണ് കനക, മൃദുല, അനഘ, പൂർണിമ. പഠിച്ചോളനെ, കശുവണ്ടി ഇനങ്ങളാണ് ഇവരെല്ലാരും. ഏതൊക്കെയാ? കനക, മൃദുല, അനഘ, പൂർണിമ എന്നിവ. അതിനോടൊപ്പം പഠിക്കേണ്ടതാണ് ശ്രീയും അതുപോലെ തന്നെ
KAU അല്ല കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയ നിഖാര എന്ന് പറയുന്നത് എന്താണ്? നിഹാര എന്ന് പറയുന്നത് ഇത് 2019 രൂപീകരിച്ച ഹൈബ്രിഡ് വെറൈറ്റി ആണ്. അതുകൊണ്ട് KAU നിഹാര ചോദിക്കും, ഉറപ്പാണ്. എന്താണ്? ഇതൊരു കശുവണ്ടി വിഭാഗമാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. തെങ്ങിലെ പ്രധാനപ്പെട്ട ഹൈബ്രിഡ് വെറൈറ്റി 3 ടെക്സ്റ്റ് ബുക്കിലുള്ള നമ്മൾ പഠിച്ചു വെക്കണം. ലക്ഷഗംഗ എന്ന് പറഞ്ഞാൽ ലക്ഷദ്വീപ് ഓർഡിനറിയും ഗംഗ ബോന്തവും തമ്മിൽ ചേർത്തപ്പോഴാണ് നമുക്ക് ലക്ഷഗംഗ എന്ന് പറയുന്ന ഹൈബ്രിഡ് വെറൈറ്റി തെങ്ങ് ലഭിച്ചത്. ചന്ദ്രലക്ഷ എന്ന് പറഞ്ഞാല് ലക്ഷദ്വീപ് ഓർഡിനറിനെയും ചാവക്കാട് ഓറഞ്ചിനെയും തമ്മിൽ ക്രോസ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് ലഭിച്ചത്? ചന്ദ്രലക്ഷ്യന് നമുക്ക് ലഭിച്ചത്. ഇനി ചന്ദ്രശങ്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാവക്കാട് ഓറഞ്ചിനെ അതുപോലെ വെസ്റ്റ് കോസ്റ്റ് ടോളിനെയും തമ്മിൽ ചേർത്തപ്പോൾ നമുക്ക് കിട്ടിയ പുതിയ അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിനമാണ് ചന്ദ്രശങ്കര എന്ന് പറയുന്നത്. അതിനോടൊപ്പം നമ്മൾ പഠിക്കാനുള്ള മറ്റു തെങ്ങിനങ്ങൾ ഏതൊക്കെയാണ്? ആനന്ദഗംഗ, കേരഗംഗ, കേര സൗഭാഗ്യ, കേര സാഗര, കേര മധുര, കേര സുലഭ. കേര സുലഭ എന്ന് പറയുന്നത് 2019 നമ്മൾ ഉണ്ടാക്കിയ ഹൈബ്രിഡ് വെറൈറ്റി ആണ്. ഇനി കശുവണ്ടിയുടെ കേസിൽ വരുമ്പോൾ ആനക്കയം 1, മാടക്കത്തറ 1, 2. നമുക്കറിയാം ആനക്കയവും മാടക്കത്തറയും കശുവണ്ടി ഗവേഷണ കേന്ദ്രങ്ങളാണ്. അവിടെ നിന്ന് നമ്മൾ കണ്ടെത്തിയ പുതിയ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് ആനക്കയം 1, മാടക്കത്തറ 1, 2. ഇനി മറ്റ് കശുവണ്ടി വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? കനക, മൃദുല, അനഘ, പൂർണിമ എന്നിവയാണ്. അതിനോടൊപ്പം നമ്മൾ പഠിക്കാനുള്ളതാണ് ശ്രീയും അതുപോലെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ നിഖാര എന്ന് പറയുന്നത് 2019 നിർമ്മിച്ച കശുവണ്ടി വിഭാഗമാണ്. കുരുമുളകിൻ്റെതാണ് പന്നിയൂർ 1 വിജയും. മറക്കല്ലേ, പന്നിയൂർ 1 വിജയും ഏതാണ്? കുരുമുളക് വിഭാഗമാണ്. ഇഞ്ചിക്കുള്ളതാണ് ആതിര, കാർത്തിക, അശ്വതി, ചന്ദ്ര, ചിത്ര എന്ന് പറയുന്നത് 2019 ഉണ്ടാക്കിയതാണ് കേട്ടോ. അതുകൂടെ പഠിച്ചോളേ. ഇഞ്ചിയുടെ പ്രധാന ഹൈബ്രിഡ് വെറൈറ്റീസ് ഏതൊക്കെയാണ്? ആതിര, കാർത്തിക, അശ്വതി, ചന്ദ്ര, ചിത്ര എന്നിവയാണ്. ചിത്ര എന്ന് പറയുന്നത് 2019 നമ്മൾ ഉണ്ടാക്കിയ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്. കൂണിലെ ഹൈബ്രിഡ് വെറൈറ്റി ആണ് ഭീമ. പഠിച്ചോളണം, ഇമ്പോർട്ടന്റ് ആണ്. കൂണിലെ ഒരു ഹൈബ്രിഡ് വെറൈറ്റി ആണ്. നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയതാണ് ഏത്? ഭീമ എന്ന് പറയുന്നത്. കിഴങ്ങ് വർഗത്തിൽ വരുന്നതാണ് നിധി, കൽപ്പക, ഉത്തമ. പഠിച്ചോളണേ, കിഴങ്ങ് വർഗത്തിൽ ഏതൊക്കെയാ വരുന്നത്? നിധി, കൽപ്പക, ഉത്തമ എന്നിവ കിഴങ്ങ് വർഗമാണ്. ഇതുകൂടെ ഒന്ന് പഠിച്ചു വെക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. പന്നിയൂർ 1, വിജയ് എന്നിവ കുരുമുളകാണ്. ഇഞ്ചിയിലെ പ്രധാനപ്പെട്ട വെറൈറ്റീസ് ആണ് ആതിര, കാർത്തിക, അശ്വതി, ചന്ദ്ര, ചിത്ര എന്നിവ. ഇവയെല്ലാം ചിത്ര എന്ന് പറയുന്നത് 2019 നമ്മൾ നിർമ്മിച്ചെടുത്തതാണ്. കൂൺ വിഭാഗത്തിൽ വരുമ്പോഴാണ് ഭീമ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കിഴങ്ങ് വർഗം എന്ന് ചോദിച്ചാൽ അത് കൽപ്പക, ഉത്തമ എന്നിവയാണ് പഠിക്കുക. അപ്പോൾ ഇത്ര നേരം ഈ വീഡിയോയുടെ സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.